ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജോ ചേട്ടാ ആൻഡ് പ്രചോദേട്ടാ. സ്വാഗതം, സുസ്വാഗതം. പിന്നെ ഇന്ന് നമ്മളെ പൊളിക്ക് കാര്യം നമുക്ക് തിരുവല്ല എന്നാണ് ഓഡിയൻസ്. ഇരവേരൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ തൊഴിലുറപ്പ് ചേച്ചിമാരാണ്. ഒരു നല്ല കൈഡി നിങ്ങൾക്ക്. ഇരിക്കാൻ റെഡിയാണോ? ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ. കുറച്ചാളായിട്ട് ഇവിടുന്ന് മുങ്ങി നടക്കുന്ന രണ്ടുപേർ തിരിച്ചു വന്നിട്ടുണ്ട്. ആരാണ്? പോൾസൺ, ബാസി, കൂടെ സൂര്യസ്. അടിപൊളി അടിപൊളി. നിങ്ങൾ വിചാരിക്കും ഇന്ന് എന്റെ കല്യാണമാണെന്ന്, പക്ഷെ അല്ല. ഇന്ന് എന്റെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. പിന്നെന്താ ഈ വേഷത്തിലെന്നല്ലേ? നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിനകത്തൊക്കെ കാണുന്നില്ലേ ഓരോ കപ്പിൾസ് ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ റീക്രിയേറ്റ് ചെയ്യുന്നത്? അതുപോലത്തെ ഒരു സംഭവം ചെയ്യാൻ പോവാ ഞാനും. പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പിശുക്കന എന്റെ ഭർത്താവ്. ഇന്നത്തെ ഈ സംഭവത്തിന് ചുക്കാൻ പിടിച്ചേക്കുന്നത് ഞങ്ങളുടെ അയൽവക്കക്കാരനായ വിനീഷ. വെറും വിനീഷ് അല്ല, വർക്കൗട്ട് വിനീഷ്. അവന്റെ വർക്കൗട്ട് ഇന്ന് റെഡിയായ എന്റെ ചേട്ടന്റെ പിശുക്കും മാറും. മഞ്ജു, മഞ്ജു, അയ്യോ വർക്കൗട്ട് വിനീഷേ, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് മുറിക്കാനുള്ള കേക്ക് റെഡി. എന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഈ കേക്കാന്നോടെ കൊണ്ടുവന്നേ? എടി പറയണ കേക്ക്. ആ 25,000 രൂപയ്ക്ക് ഞാനൊരു ഡയമണ്ട് മോതിരം മേടിച്ച് ഈ കേക്കിനകത്ത് വെച്ചിരിക്കുകയാണ്. എന്തിന്? എന്റെ കെട്ടും പിശുക്കനാന്നല്ലോ പറഞ്ഞേ. പുള്ളി വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ കേക്കിന്റെ ഒരു പീസും കഴിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഡയമണ്ടിന്റെ റിങ് കാണുന്നു. അപ്പൊ പുള്ളി വിചാരിക്കുന്നു എന്റെ ഭാര്യയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാണ്. അപ്പൊ പുള്ളി വിചാരിക്കല്ലേ ഇവക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന്. അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾക്ക് പുള്ളി ഒരു വെഡിങ്ങിന് ഒരു മാല തരും. തരുവോ? പിന്നെ പിന്നെ. പക്ഷെ ഈ കേക്കിനകത്ത് എവിടെയാണ് മോതിരം? എന്റെ മഞ്ജു, അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ആ കേക്കിനകത്ത് എം എന്ന് പറഞ്ഞൊരു അക്ഷരമില്ലേ, അതിന്റെ അടിയിലാണ് ഞാൻ റിങ് വെച്ചിരിക്കുന്നത്. എടാ ഇതിനകത്ത് 2 എം ഇല്ലേ? 2 എമ്മോ? എടാ എന്റെ ചേട്ടന്റെ പേര് മനോഹരന്റെ എം. മനോഹരന്റെ എം. എന്റെ മഞ്ജു, നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ കേക്ക് ഉണ്ടാക്കിയവന്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ മഞ്ജുവിന്റെ എമ്മിന്റെ അടിയിലെ റിങ് വെക്കാൻ സാധ്യതയുള്ളൂ. ഉറപ്പാണോ? പിന്നെ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, ഒരു പ്രശ്നമില്ല. എന്നാ വെയിലും എന്നാ ചൂടുപാടാവിയേ. അനി കുട കൂടി വന്നാ പോരെ, പ്രശ്നം തീർന്നില്ലേ? എന്റെ വിനീഷേ, നീ അപ്പൊ ഈ രാജ്യത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? എടാ ഓസോൺ പാളിക്ക് വില്ലൽ വീണേക്കൊല്ലേ? അതിനിടവഴി അൾട്രാവയലറ്റ് രശ്മികൾ ഈ കുടയിൽ അടച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കളർ പോകും. അത് ശരി. പിന്നെ നടന്നു വരാൻ പറ്റുമോ? റോഡൊക്കെ പടുത്ത് ടാറിന് ചൂട് പിടിച്ചിട്ട് കാല് വെച്ചാ പൊള്ളുവാ. ഈ ചെരുപ്പെടുത്ത് കാലം ഇട്ടുകൂടായിരുന്നു മനുഷ്യ? എന്നിട്ട് വേണം ചെരുപ്പ് തീർന്നു പോവാൻ. 10 വർഷം മുമ്പ് 25 രൂപ 50 പൈസക്ക് മേടിച്ച ചെരുപ്പാ, കണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് പൊക്കി പിടിച്ചോ നടക്കണം? എന്തിനാണ്? എടാ ഞാൻ രാവിലെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്പലത്തിൽ പോയതാ. അമ്പലത്തിൽ കയറുമ്പോ നീ ചെരുപ്പൂരി പുറത്തിടുവോ? ഞാൻ ചെരുപ്പൂരി അമ്പലത്തിന്റെ വെളിയിലിടും. അപ്പൊ ഞാൻ അങ്ങനെ ചെരുപ്പൂരി പുറത്തിടാൻ വേണ്ടി കൊണ്ടുപോയി ചെരുപ്പാണിത്. കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക്. നാളെ സുമതിയുടെ വീട്ടിൽ പോകുമ്പോ അവരെ ഉമ്മർത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറാനുള്ള ചെരുപ്പാണ്. എന്തൊരു കഷ്ടമാണിത്. മനുഷ്യ, ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നുള്ള ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോന്ന്? എടാ അതിനാണ് ഞാൻ രാവിലെ പോയി കേക്ക് മേടിച്ചിട്ട് വന്നേക്കുന്നത്. കേക്ക് മേടിച്ചോ നിങ്ങള്? പിന്നെ എന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ കേക്ക് മേടിക്കും. 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഒരു മുട്ടുസൂചി എനിക്കൊന്നും പറഞ്ഞ് വാങ്ങിച്ചു തന്നിട്ടില്ല. എന്താണ് അവിടെ? ഒന്നുമില്ല. എടി, ആളുകൾ എപ്പോഴാ മാറിയെന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, പുള്ളി കൊണ്ടുവന്ന കേക്ക് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. നീ ഒരു കാര്യം, മറ്റേ കേക്ക് നമുക്ക് വൈകുന്നേരം കട്ട് ചെയ്യാം. ഓക്കെ? നീ പോയി കട്ട് എടുത്തിട്ട്. ചേട്ടാ, സംഭവം ഒന്നുമില്ല. നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോഴേ ഈ തൊപ്പി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത്. ഇതൊക്കെ അധിക ചെലവാണ്. തൊപ്പിയൊക്കെ ഇതാരാണ് പൈസ മുടക്കി? അവൾക്ക് ഇതല്ല ദൂർത്താണ്, അവള് ദൂർത്തിന്റെ ആളാണ്. ഒന്നുമില്ലെന്ന് ഞാൻ കൊണ്ടുവന്നത്. നീ കൊണ്ടുവന്നു? ഞാൻ കൊണ്ടുവന്നാണത്. അപ്പൊ കേക്ക് കട്ട് ചെയ്യുമ്പോ തൊപ്പി ഒരു അത്യാവശ്യ ഘടകമാണ്. അതാണ് അടിപൊളിയല്ലേ? കേക്ക് എടുത്തു. അടിപൊളിയാക്കും. വെഡിങ് ആനിവേഴ്സറിക്ക് മുറിക്കാനുള്ള കേക്ക്. കപ്പ് കേക്കോ? ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. നാടി കൊണ്ട് വെട്ടിപ്പൊളന്ന് തിന്ന്. എന്റെ കെട്ടിയ വെഡിങ് ആനിവേഴ്സറിക്ക് മുറിക്കാൻ കൊണ്ടുവന്ന കേക്കാണ് ഇതോ. 10 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് എനിക്ക് വാങ്ങിച്ചു തന്ന കേക്കായത്. എനിക്ക് വേണ്ട നിങ്ങളുടെ കേക്ക്. എന്റെ 3 രൂപ 50 പൈസ ഉരുട്ട് പോണ പോക്ക്. നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരണ്ട. 800 രൂപ കൊടുത്ത് നല്ല അന്തസ്സായിട്ട് ഒരു കേക്ക് ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, 800 രൂപയുടെ കേക്കോ? ദൂർത്ത് 800 രൂപയ്ക്ക് അത് എന്താ കേക്കാടിയത്? ബ്ലൂബെറി.
ബ്ലൂബെറിയോ ഉള്ള പൈസ മുഴുവൻ കേക്ക് മേടിക്കണം. എന്റെ ചേട്ടാ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ കേക്ക് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി വെഡിങ് ആനിവേഴ്സറിക്ക് സ്പോൺസർ ചെയ്തത്. ആ വിനീഷേ നിന്റെ ബ്ലൂബെറി ആണോ? എന്റെ ബ്ലൂബെറിയാ. കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര പിശുക്കനാണ് ഈ മനുഷ്യൻ, ഭയങ്കര പിശുക്കനാ. എന്തൊരു പിശുക്കാണ് ചേട്ടാ, ഇങ്ങനെയൊക്കെ പിശുക്കാവോ? കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി, ഒരു കുഞ്ഞിക്കാല് കാണുന്ന കാര്യത്തിൽ പോലും ഇങ്ങാർക്ക് പിശുക്കാണ്. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പിശുക്കാവോ? ഒരു കുട്ടി ഉണ്ടാവണമെന്നുള്ള അവര് ആഗ്രഹമില്ല, അത് സാധിച്ചു കൊടുക്കാൻ നീ പാടില്ല. എന്താണ് ഈ ചാടി കടിക്കാൻ ആനാ? വരുന്നത്? അവർക്ക് ഒരു കുഞ്ഞിക്കാല് കാണണമെന്നല്ലേ ആഗ്രഹമുള്ളൂ. എനിക്ക് 4 കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. 4? ആ നിനക്ക് ഒരു കുഞ്ഞിക്കാലി കാണണമെന്നല്ലേ ആഗ്രഹം? പുള്ളിക്ക് 4 കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം. കുട്ടിയോട് അയാളുടെ ആഗ്രഹം പറഞ്ഞില്ലേ, ആ ഡിമാൻഡ് എന്തുവാന്നൂടെ പോയി ചോദിക്കും. എന്താണ് ഡിമാൻഡ് വല്ലതും ഉണ്ടോ? ഒറ്റ പ്രസവത്തിൽ 4 കുഞ്ഞുങ്ങൾ വേണം. ഒറ്റ പ്രസവത്തിൽ 4 കുഞ്ഞുങ്ങളോ? എടാ ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു 50,000 രൂപയെങ്കിലും ചെലവാകും. അതിന് ഒറ്റ പ്രസവത്തിന് 4 കുഞ്ഞുങ്ങളെങ്കിൽ 1.5 ലക്ഷം രൂപ പോക്കറ്റ് കിടക്കും. എന്തൊരു മനുഷ്യനാണ് ഇത്. കണക്കൂട്ടി ജീവിക്കാൻ പഠിക്കണം ഇങ്ങനത്തെ കാലത്ത്. ഈ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാണ്ടല്ലോ, ആ. വീടിനൊരു സന്തോഷമാണ്. പിള്ളേർ ഇങ്ങനെ ഓടിച്ചാടി നടക്കാന്ന് പറഞ്ഞാൽ വീടിന് എന്തുകൊണ്ട് ഒരു സന്തോഷമാണ്. എന്റെ അഭിപ്രായത്തിൽ കുടുംബജീവിതം എന്ന് പറഞ്ഞാലുണ്ടല്ലോ KSRTC ബസ് പോലെയാണ്. അതിനാ? ഏത് റൂട്ടിൽ ഓടിയാലും നഷ്ടമില്ല. സ്ത്രീകളെന്ന് പറഞ്ഞ കുടുംബത്തിൽ കത്തിച്ചു വെച്ച വിളക്കാണ്. കറക്റ്റ് ആണത്. എടാ വിനീഷ്, ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഈ കുടുംബത്തെ സന്ധ്യ കഴിഞ്ഞ ഒരു വിളക്ക് കത്തിച്ചു വെക്കാൻ ഇങ്ങനെ സമ്മതിക്കത്തില്ല. ഇവിടെ ഓൾറെഡി ലൈറ്റ് കത്തുന്നുണ്ട്. ആ. പിന്നെ അതിനെ കൊണ്ട് നിലവിളക്ക് കത്തിച്ചിങ്ങനെ എണ്ണ തിരി തീപ്പട്ടി എന്ത് ചെലവാന്നറിയാവൂ. ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനൊന്നും അല്ല എന്നെ എന്റെ അമ്മ പഠിപ്പിച്ചേക്കുന്നേ. 6 മണി കഴിഞ്ഞാ നമ്മൾ വിളക്ക് കത്തിക്കണം, എന്നാലേ മഹാലക്ഷ്മി അകത്തോട്ട് വരുത്തുള്ളെന്നാ. ഇവിടെ അമ്മയുടെ വർത്താനം കേട്ടതൊന്നും 5:45 മഹാലക്ഷ്മി വന്ന് മതിലേലിരിക്കുക. ഇവിടെ കത്തിക്കാൻ പറ്റിയ ചാടി ആൾക്കാർ. അത് പോട്ടെ, 17ാമത്തെ വയസ്സ് ഞാൻ ഇയാളുടെ കൂടെ വന്നതാണ്. എന്റെ ഒരു ആഗ്രഹം പോലും ഇയാൾ എനിക്ക് സാധിച്ചു തന്നിട്ടില്ല. നിന്റെ ഏതാഗ്രഹം ഞാൻ സാധിച്ചു തരാത്ത? ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എനിക്ക് 6 ഇഞ്ചിന്റെ ഒരു ചെരുപ്പ് കൊണ്ട് തരാൻ. 12 ഇഞ്ചിന്റെ ചെരുപ്പല്ലോ എനിക്ക് നിങ്ങൾ ഇന്നലെ കൊണ്ടു തന്നെ. അതുകൊണ്ടൊന്നും എന്ത് മനുഷ്യനാണ് 6 ഇഞ്ചിന്റെ ചെരുപ്പ് വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ 12 ചെരുപ്പ് നീ കൊടുത്തത്? എന്നറിയിച്ചാൽ അവരെ ഭക്ഷണം പിടിക്കണം. അതിനാ? 6 ഇഞ്ചിന്റെ ചെരുപ്പിന് 400 രൂപ, ആ. 12 ഇഞ്ചിന്റെ ചെരുപ്പിന് 400 രൂപ. അതിന്? അപ്പൊ 6 വലുത് 12 ആണോ? 400 രൂപയ്ക്ക് 6 12 വലുത്? നീ പറ. അല്ല 12 6 വലുത് ഏതാണോ? അപ്പൊ 12 അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. 12 വലുത്. അതാണ്. നീ എങ്ങനെയാണ് ഈ വണ്ടി വലിച്ചോണ്ട് ഇത്ര നാൾ നടന്നത്? എടാ വണ്ടിയുടെ കാര്യം നീ ചോദിക്കണം. കല്യാണം കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ ഇങ്ങാർക്ക് ഒരു കാറ് കൊടുത്തു. ഇത്രയും കൊല്ലമായിട്ടും ആ കാറിന്റെ ഫസ്റ്റ് ഗിയർ മാത്രമേ ഇയാൾ ഇടത്തുള്ളൂ. ചേട്ടാ 3-4 ഗിയറുണ്ട് വണ്ടിക്ക്, മാറി മാറി ഉപയോഗിക്കണം. അത് ദൂർത്തന്മാര്. ആ ഞാൻ അങ്ങനെ ലാഭിച്ചായിട്ട് കളിക്കുന്ന ആളല്ല. ഒരെണ്ണം ഉപയോഗിച്ച് തീർന്നതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത് ഉപയോഗിക്കൂ. ഒന്ന് തീർന്നിട്ട് അടുത്ത് കിടക്കാൻ പല്ല് തേക്കണം, ബ്രഷ് അല്ല. ഇയാൾ മാത്രമല്ല, ഇയാളുടെ കുടുംബക്കാർ മൊത്തം മിശക്കനാ. അത് ശരി, കുടുംബക്കാര് മൊത്തം പിശുക്കാണ്. ഞാൻ വരവറിഞ്ഞ് ചെലവാക്കുന്ന ഒരാളാണ്. ആ. പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ ഇത്തിരി പിശുക്കനായിരുന്നു. അച്ഛന്റെ പിശുക്ക് കൊണ്ടാണ് ഞങ്ങൾ 13 മക്കളെ അച്ഛൻ അടിപൊളിയായിട്ട് വളർത്തിയത്. അച്ഛൻ എത്ര മക്കളാ? 13 മക്കൾ. അപ്പം പിശുക്കനല്ല, ധാരാളി. ധാരാളി ധൂർത്തൻ. എന്റെ വിനീഷ, ഇവിടെ നിന്ന് ഇയാളോട് കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ ചോറ് കഴിച്ചിട്ടേ പോവുള്ളൂ. വാ. എന്തിന്? ഞങ്ങൾ ചോറ് കഴിച്ചു കഴിയണവരെ നീ ഇവിടെ നോക്കി നിന്നിട്ട് എന്നെ കഴിക്കും. നീ ഇപ്പഴിറങ്ങിക്കും. അതല്ല പറഞ്ഞത്, നമ്മള് 3 പേരും കൂടെ ചോറ് കഴിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നുള്ളൂ. നമ്മൾ 3 പേരും കൂടി ചോറ് കഴിക്കൂലോ? അവൻ നിക്കണം നിപ്പുണ്ടാവും. അവനെ നോക്കിയ നീ ഒന്നും ഒരു നാഴി ഉപ്പിന്റെ ചോറ് അവൻ കറിയില്ലാതെ കഴിക്കും. അറിയോ? ആകപ്പാടൊരു കുണുക്കാട്ടി കോഴിയെ മേടിച്ചിട്ടുള്ള പകുതി മുക്കാൽ അവൻ കയറ്റിട്ട് പോകും. എന്റെ മനുഷ്യ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ വീട്ടിൽ കയറി വന്നവൻ ഇച്ചിരി ചോറ് കൊടുക്കണം. നിങ്ങൾ എന്താണ് പറയുന്നത്? കറിയുടെ കേസാണോ? ഞാൻ ഉപ്പ് കൂട്ടിയാണെങ്കിലും കഴിച്ചോളാം. കണ്ടോ, സമ്മതിച്ചിട്ടുണ്ടോ? എന്താണ് കഥകളി നടത്തുന്നത്? ചോറ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങോളൂ, അല്ലാതെ ടെൻഷൻ വേണ്ട. നീ ചോറ് കഴിക്കാൻ തീരുമാനിച്ചു? ചോറ് ഞാൻ കഴിക്കും. ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചോറ് കഴിച്ചാൽ വയറ് ചാടുമെന്ന്. ചോറ് കഴിച്ച വയറ് ചാടും. ടുണീഷ്യ നീ കേട്ടുണ്ട്? ടുണീഷ്യ. അവിടെ നിന്നെപ്പോലെ ഇതേ പൊക്കം, ഇതേ വണ്ണം, ഇതേ കളർ, ഇതേ ഷേപ്പുള്ള ഒരുത്തൻ അതിലൊക്കത്ത് വെഡിങ് ആനിവേഴ്സറി നടക്കുന്ന വീട്ടിൽ പോയി ചോറ് കഴിച്ച് അവന്റെ വയറ് ചാടി അവനിപ്പോ ആത്മഹത്യയുടെ വക്കീലാണ്. മഞ്ജു എന്നാ എനിക്ക് ചോറ് വേണ്ട. അങ്ങനെയാണെങ്കിലേ ഒരു ഗ്ലാസ് പാൽ ചായ എടുത്തിട്ട് വരാം. അത് മതി, പാൽ ചായ എടുത്തോ. അത് മതി. അതാകുമ്പോ കിഡ്നി അടിച്ചു പോകത്തേ ഉള്ളൂ. കിഡ്നി അടിച്ചു ചായ കുടിച്ചാ? എടാ ഈ കവർ പാലിനകത്ത് ഈ പാല് കയറാതിരിക്കാൻ എന്തെല്ലാം രാസവസ്തുക്കളെ ചേർത്ത് വിടുന്ന അറിയാമോ? ആണോ? പിന്നെ ടുണീഷ്യയിൽ ഇത് കൊണ്ട് ഒരുത്തൻ ഈ അയലോക്കത്ത് ചെന്ന് കവർ പാൽ കുടിച്ച് അവന്റെ 2 കിഡ്നി ഫെയിൽ ആയിപ്പോയി. നിന്റെ അതേ പൊക്കം, നിന്റെ അതേ വണ്ണം, ടുണീഷ്യയിലെ നീ ആ കിഡ്നി അടിച്ചു പോയി. എനിക്ക് പാൽ ചായ വേണ്ട, കട്ടൻ മതി. മധുരം എടുത്തേ. മധുരം കൂട്ടിയെടുത്തു. അത് ശരി, മധുരം കൂട്ടി. പാൻക്രിയാസ് തകർക്കും. പാൻക്രിയാസ് തകരുവോ? എടാ ഈ പഞ്ചസാര എന്ന് പറഞ്ഞ എന്നാ? മധുരമുള്ള സാധനം അല്ല, വൈറ്റ് പോയിസൺ. ആണോ? ഇവൻ പാൻക്രിയാസിനെ ആക്രമിച്ച് കീഴടക്കും. പിന്നെ നിനക്ക് ഷുഗർ പിടിച്ച് നിന്റെ കാലും മുറിച്ച് കളഞ്ഞു ഇങ്ങനെ ചാടിച്ചാടി. ഇതൊക്കെ ഉള്ളതാണോ? ചുമ്മാ അടിച്ചു വിടരുതേ. എടാ നിനക്ക് ടുണീഷ്യയിൽ കൊണ്ട് നിർത്തിക്കോ.
ഗുണേശല്ലേ എന്നെ പോലെ ഒരാളല്ലേ? നിന്റെ അതേ ഫീർ. വേണ്ട, എനിക്ക് ചായ വേണ്ട, ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരാമല്ലോ. ചൂടുവെള്ളം അതാകുമ്പോ കരളേ പോകത്തുള്ളൂ, അത് കുഴപ്പമില്ല. പിന്നെ കെളുത്ത് വരും. ചൂടുവെള്ളം കുടിച്ചാൽ എങ്ങനെ കരൾ പോണത്? വെള്ളം എന്ന് പറഞ്ഞാൽ H2O ആണ് വെള്ളം. ഈ അലൂമിനിയം പാത്രത്തിലല്ലേ ഉണ്ടാക്കുന്നത്? അതെ. അലൂമിനിയം എന്ന് പറഞ്ഞാൽ A2O3 അലുമിനിയം. പിന്നെ A2O3 H2O കൂടി ഇതിനകത്ത് കിടന്ന് വിഘടിക്കും. ഇതെന്തിനാ ഇതിനകത്ത് കിടന്ന് വിഘടിക്കണേ? പിന്നെ അതിന് വയറ്റിൽ ഹബീ പോയി കിടന്ന് വിഘടിക്കാൻ പറ്റും. പാത്രത്തിനകത്ത് കിടന്ന് വിഘടിക്കും. എന്നിട്ട് നിന്റെ ആമാശയത്തിൽ ചെല്ലുമ്പോൾ ഇത് വേറൊരു രാസവസ്തുവായി മാറും. ഇത് നിന്റെ ആമാശയം അബ്സോർബ് ചെയ്യും. ഈ വെള്ളോ? ഈ രാസവസ്തു അബ്സോർബ് ചെയ്തിട്ട് നേരെ കരളിന് കൊടുക്കും. എന്തിനാ? അത് അവര് തമ്മിലുള്ള എന്നോട് ചോദിച്ചാൽ എനിക്ക് നിന്റെ കരൾ അടിച്ചു പോകും. പിന്നെ ലിവർ ഫ്രൈക്ക് പോലും നിന്റെ കരൾ കിട്ടിയല്ല. വെള്ളം വേണ്ട. അതാ നല്ലത്. ചൂടുവെള്ളം വേണ്ട. ഉമിനീര് ഇറക്കണേ കുഴപ്പമുണ്ടോ? ഉമിനീര് നിന്റെ ഉമിനീരാണോ? എന്റെ ഉമിനീരാ. എന്നാ കാണിക്കും അതെങ്കിലും കിട്ടിയില്ല ചേട്ടാ. അതെ, സംഭവം എന്നാലും പോട്ടെ, നമുക്ക് കേക്ക് കെട്ടിയാണുള്ള പരിപാടിയിലേക്ക് പോകും. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വന്ന് ഞാനൊരു കാര്യം പറയട്ടെ. എന്തായാലും നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. നമുക്ക് ഇന്ന് ചെറിയൊരു റീൽസ് എടുത്താലോ? എടുക്കാം. ഒരു 150 ഞാനിട്ടു. പക്ഷെ 3 പെക്ക് കട്ടിക്ക് ഞാൻ അടിച്ചു. റീൽസ് എനിക്ക് ജവാനാണ് ഇഷ്ടം. പിന്നെ നീ ഇന്ന് റീൽസ് എടുക്കാന്ന് വെച്ചാൽ റീൽസ് എടുത്തു. അതല്ലെന്ന്, ഇത് ഫോണിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ വീഡിയോ എടുക്കും. അതിന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും. പൈസ മുടക്കൂല്ലോ. ഒരു പൈസ മുടക്കൂല. എന്തെങ്കിലും സംഭവിച്ചല്ലോ. ഒന്ന് രണ്ടുപേരും കൂടെ ഒന്ന് ചേർന്ന് നിന്ന്. അതായത് നിങ്ങളുടെ നേരത്തെ ആ റൊമാൻസ് ആണ് ഇവിടെ വേണ്ട കേട്ടോ. ഒരു പാട്ടിട്ടോട്ടെ, ഞാൻ ഒരു പാട്ടിട്ടോട്ടെ. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദൃഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാപമായി തുപ്ലോദയം. എന്നതാണ് ഈ കാണിക്കണത്? എന്താണിത്? നിങ്ങൾ എവിടെ പോണേ കത്തിയും പൊക്കി പിടിച്ചോണ്ട്? കശാപ്പിന് പോണ ഒരു ഫീലാണല്ലോ കിട്ടുന്നത്. ഇങ്ങാർക്ക് റൊമാൻസ് ഒന്നും ഇല്ലടാ. എന്തോന്നോ ഇത് കാണിക്കുന്നേ? അതൊക്കെ അപ്പുറത്തെ വീട്ടിലെ സുനിതയുടെ ഭർത്താവ് പ്രമോദിന്റെ റൊമാൻസ് നീ ഒന്ന് കാണണം. അതാണ് എടീ, ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനുള്ള റൊമാൻസ് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. അല്ലാതെ അപ്പുറത്തെ പ്രമോദിന്റെ റൊമാൻസ് കണ്ട് തുള്ളിയല്ലേ വേണ്ടത്. ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പറഞ്ഞു കയറി പോണത്? നിങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ട് ഒളിച്ചോടി വന്നില്ലേ? അന്ന് ബെഡ്റൂമിൽ വെച്ച് ചേച്ചിയെ കണ്ടില്ലേ? ആ സമയത്ത് നിങ്ങളുടെ ഒരു റൊമാൻസ് ഇല്ലായിരുന്നോ? അതുണ്ട്. ആ ഒരു സംഭവം വന്നിട്ട് അതിൽ നിങ്ങൾ കേക്ക് കെട്ടിയാണ്. അതാണ് വേണ്ടത്. പറയണ്ടേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇതെന്താണ് ഈ കാണിക്കാൻ പോണത്? വൈറൽ ആകണ്ടേ? ഇത് വൈറലല്ല, ഇത് വിറയലാണ്. ഫോൺ പിടിച്ചേ. റൊമാൻസ് ഞാൻ കാണിച്ചുതരാം. ഉമ്മ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി എപ്പ വന്നതാണ് ഞാനൊരു കേക്ക് ആയിട്ട് ഇവിടെ. ഉണ്ടോ? ഞാൻ കാണിച്ചുതരാം. നീല നിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാ. കേക്കെടുക്കുന്നു, വായിൽ വെച്ച് കൊടുക്കുന്നു. കേക്കെടുക്കുന്നു, അവന് വായിൽ വെച്ച് കൊടുക്കുന്നു. കൊള്ളാല്ലേ? കഴിഞ്ഞു. ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കണോ? നിനക്ക് ഭയങ്കര റൊമാൻസ് ആണല്ലോ. ഈ റൊമാൻസിന്റെ പകുതി നീ നിന്റെ പെണ്ണുപിള്ളയുടെ അടുത്ത് കാണിച്ചിരുന്നെങ്കിൽ അവളിപ്പോ നിന്റെ കൂടെ കണ്ടേനെ. അവള് പോയെങ്കിൽ അതിന് കാരണമുണ്ട്. എനിക്ക് മാലക്കണ്ണാന്നും പറഞ്ഞ അവൾ ഇട്ടിട്ട് പോയതാണ്. എന്തൊരു സ്ത്രീ അത്! സ്വന്തം ഭർത്താവിന് മാലക്കണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയോ? എന്താ പറയണത്? കല്യാണം കഴിച്ചിട്ട് വന്ന് പിറ്റേ ദിവസം തൊട്ട് അവളെ കഴുത്തെ കിടന്ന 5 പവന്റെ മാലയിലായിരുന്നു ഇവന്റെ അമ്മയുടെ കണ്ണ്. അതാണ് മാലക്കണ്ണ്. അതെ, 5 കൂടെ. ഇന്ന് ആരെ വെഡിങ് ആനിവേഴ്സറി ആയി? ഞങ്ങളുടെ ആണോ? ഇപ്പൊ കേക്ക് കട്ട് ചെയ്ത് കഴിക്കേണ്ട ആരാ? നമ്മള്. ഇപ്പൊ കഴിച്ചാരാ? ഞങ്ങള്. ഞാനല്ല കഴിക്കേണ്ടത്. നമുക്ക് ഒന്നുകൂടെ മുറിക്കും. ഇവനെന്റെ ഗാനമേള നടത്താൻ പോവാണ് ചെക്ക് ചെയ്തിട്ട്. എന്താടാ? ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ ക്രീം കേക്കിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് സാധനം ഒരഞ്ഞിറങ്ങിപ്പോയോ? ഒരഞ്ഞിറങ്ങിയോ? അതെന്നാ എന്നതാ അടി കുത്തി കളിക്ക് നോക്കുന്നു? ഒരഞ്ഞിറങ്ങിപ്പോയ പോലെ തോന്നി. ഒരഞ്ഞിറങ്ങിപ്പോയി. അയ്യോ, ഒരഞ്ഞിറങ്ങാനിരിക്കുന്നു. നീ ഇങ്ങോട്ട് വന്നേടാ. കൊണ്ടുപോകണോ? ഏത് കഷ്ണാടി എനിക്ക് വായിൽ വെച്ച് വന്നത്? എഴുതി കഷ്ണം. അയ്യോ, അപ്പം 2 വായ്പ. എന്ത് ചെയ്യും? ഞാൻ ചാവും. എന്നാണ് ഇവിടെ എന്താണ് സംഭവം? അത് ചേട്ടാ പറയണി, എന്താണ് സംഭവം? ചേട്ടനൊന്നും തോന്നരുത്. എന്നിട്ട് ഞാൻ തീരുമാനിക്കണം തോന്നണോ വേണ്ടത്? വയറ്റിലുണ്ട്. വയറ്റിലുണ്ടല്ലേ? അതല്ലെന്ന്, വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടനൊരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഭർത്താവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ വയറ്റിലുണ്ട്. അതല്ലെന്ന്, വിനീഷിന്റെ
വയറ്റിലുണ്ടെന്ന്. എന്ത്? എന്നെ പറ്റിച്ച് ശാസ്ത്രത്തെയും തോപ്പിച്ചോ? എന്താണ് ഈ പറയുന്നത്? ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടന് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി 25,000 ഡയമണ്ട് മോതിരം ആ കേക്കിൽ വെച്ച് ആ കേക്ക് അവൻ കഴിച്ച്. അയ്യോ അയ്യോ. അയ്യോ ദിനേശേ, ചെറുകുടലിൽ കുടുങ്ങിയോ? എന്റെ ചോരയാണോ നിന്റെ വയറ്റിൽ? ചോരയോ? ഞാൻ ചോര നീരാക്കി ഉണ്ടായ 25,000 കൊണ്ട് മേടിച്ച മോതിരാണോ നിന്റെ വയറ്റിൽ? അയ്യോ അയ്യോ ദിനേശേ, അയ്യോ വേറെ ആരെങ്കിലും പാനൊന്നിട്. പാനിട്ട കണ്ടിയാട്ട് കൂടി വീശി കൊടുക്കും. അവിടെ കയറി പിശിക്കല്ലേ ചേട്ടാ. എന്നെ എങ്ങനെയല്ലോ ആശുപത്രി കൊണ്ടുപോട്ടാ, അല്ലെങ്കിൽ ഞാനിപ്പോ ചാവൻ ചേട്ടാ. എന്നെ ആശുപത്രി കൊണ്ടുപോയിടാ. ഞാൻ ആംബുലൻസിനെ വിളിക്കാം. നീ ബാത്റൂമിലേക്ക് വന്നേ. ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വിളിക്കണ്ട, ഞാൻ സൈക്കിളെ കൊണ്ടുപോകുന്നേ. ബാത്റൂമിലേക്ക് പോവാം. ബാത്റൂമിൽ പോകണ്ട, എനിക്ക് മൂടില്ല. നിനക്ക് നല്ല മൂടുണ്ട്, എനിക്കറിയാം. നീ വന്ന് അതല്ല, ബാത്റൂമിൽ പോകാൻ എനിക്ക് മൂഡ് തോന്നലില്ല. അല്ലെങ്കിൽ വേണ്ട, ബാത്റൂമിൽ പോയ സംഭവം ശരിയാകത്തില്ല, കൈവിട്ടു പോകും. ഇതൊരു പണി, പറമ്പിലേക്ക് പോവാം. പറമ്പിൽ പോയി എനിക്ക് ശീലമില്ല. ആശുപത്രി കൊണ്ടുപോയിട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോകും. അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നമുക്ക് സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട, ഗവൺമെന്റ് ആശുപത്രി പോകണ്ട. ഇവിടുന്ന് 15 കിലോമീറ്റർ പോകണം. 2 കിലോമീറ്റർ പോയാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കൊണ്ടുപോകും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നിന്റെ അച്ഛൻ കൊടുക്കണം പൈസ. എന്ത് മനുഷ്യനാണ്? എന്റെ ദൈവമേ. പോകാം. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം പൊന്നു ദൈവമേ, സ്വന്തം മരണത്തിന് ആറാറ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഞാൻ ആദ്യം ഹലോ, അതെ അതെ. ആണോ? സത്യാണോ? ഓക്കെ. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന്. ഈ കേക്കിനകത്ത് റിംഗ് ഇല്ലെന്ന്. റിംഗ് വെച്ച കേക്ക് ബേക്കറി ഇരിക്കണം, മാറിപ്പോയെന്ന്. എനിക്കൊരു പ്രശ്നമല്ല. അയ്യോ, ആംബുലൻസ് വന്നു. അല്ല, പുള്ളിക്ക് കുഴപ്പമില്ല. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ മോതിരം വിഴുകിയിട്ടില്ല. ഈ മോതിരം വിളിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ചെറിയ കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ കുഴപ്പം? ഇനി ആംബുലൻസ് വിളിച്ച് എന്റെ 1500 ഞാൻ കൊടുക്കണം. ആ പൈസ എനിക്ക് മുതലാക്കണം. ഞാൻ ആംബുലൻസ് കയറി അവിടെ വരെ പോകും. എന്തൊരു പിശുക്കനാണോ നിങ്ങള്? ആറ്റി കളഞ്ഞാലും അനന്ത കളയണം, മനസ്സിലായോ? ആ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം രണ്ടുപേർക്കും തിരിച്ച് വെൽക്കം ബാക്ക്. രണ്ടുപേർക്കും കേട്ടോ. പ്രചോദേട്ടാ, പോൾസൺ, ഭാസി, സൂര്യശ്രീ, അടിപൊളി സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസമുള്ള, നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കളിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ത്രെഡ് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ കേട്ട് പോയ കോമഡികൾ കുറവായിരുന്നു. എല്ലാം നല്ല ഫ്രഷ് കോമഡികളുണ്ടായിരുന്നു. എനിക്ക് കൗണ്ടറുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പ്ലേ, 3 പേരും നല്ല മത്സരിച്ച് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. നല്ല രസമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു. നന്നായിട്ട് ഇനിയും പണിയെടുത്ത് ഇതുപോലുള്ള നല്ല നല്ല സ്കിറ്റുകളുമായിട്ട് 3 പേര് വരിക കേട്ടോ. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു പ്രചോദേട്ടാ. നന്നായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാര്യം ഒത്തിരി നാൾ കൂടിയാണ് നിങ്ങൾ വീണ്ടും വന്നത്. ആ വീണ്ടും വന്നപ്പോൾ നല്ലൊരു ത്രെഡ് തപ്പിയെടുത്തു. അത് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. കൊള്ളാം. എന്തായാലും വളരെ മനോഹരമായി. ഒരുപാട് ഇനി താമസിപ്പിക്കരുത് കേട്ടോ, ഇനി അടുത്തത് വരാനായിട്ട്. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ തന്നെ അടുത്ത വരവിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തന്നെ ചെയ്യുക. കാര്യം നിങ്ങളെയൊക്കെ ആവശ്യമാണ് നമുക്ക്. അടിപൊളിയായിട്ട് വീണ്ടും അടുത്ത പ്രാവശ്യം വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നല്ല സ്കിറ്റായിരുന്നു. കുറേ നാൾക്ക് ശേഷം നിങ്ങളുടെ സ്കിറ്റൊരെണ്ണം വീണ്ടും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും നന്നായിരുന്നു. ഇപ്പം സൂര്യശ്രീയും നമ്മുടെ ഈ പറഞ്ഞ പോലെ പോൾസണും തുടങ്ങിയ ഏരിയ തന്നെ നന്നായിരുന്നു. അങ്ങോട്ട് ബാസിയുടെ വരവും ബാസിയുടെ ആ ഗെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആ മുണ്ടിൻ്റെ ആ ഒരു കുത്തലും ആ ചെരുപ്പം കൈപിടിച്ച് അതൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ്. ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പം ഉള്ള ആ പരിപാടികളും ലാസ്റ്റും പിന്നെ ഈ കേക്കിനകത്തൊരു മോതിരം വെക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കറിയാതിരിക്കാൻ അത് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് നന്നായി വന്നു. നമ്മൾ വിചാരിക്കാത്തൊരു ക്ലൈമാക്സിലോട്ട് തന്നെയാണത് കൊണ്ടുവന്നതും. എല്ലാം കൊണ്ടും ഭംഗിയായിട്ടുള്ളൊരു അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്കിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളും കാര്യങ്ങളും ആയിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോൾ മാർക്കിൻ്റെ കാര്യത്തിൽ പിശിക്കണ്ട. ഇല്ല, പ്രചോദേട്ടാ, ഞാനൊരു 18 മാർക്ക് കൊടുക്കും. 18,000 രൂപ. ചേട്ടാ, ഞാൻ ഇവർക്കൊരു 15,000 രൂപ കൊടുക്കും. 33,000 രൂപ. ബാക്കി ആയാലും വെഡിങ് ആനിവേഴ്സറി അല്ലേ, ആ പുള്ളിക്കല്ലേ പിശുക്കുള്ളൂ. അതെ, നമുക്കില്ല. നമുക്ക് പിശുക്കില്ലല്ലോ. അപ്പൊ നല്ലൊരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് അങ്ങ് ആഘോഷിക്കാനുള്ള പൈസ ഇട്ടു. ടോട്ടൽ കിടക്കുന്നു എമൗണ്ട് 60,000 രൂപ. അടിപൊളി. അവര് പറഞ്ഞ പോലെ ഇനി ഒരുപാട് ഗ്യാപ്പ് ഇടാതെ വരണം. ഓക്കെ ചേട്ടാ. സൂര്യശ്രീ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം വിളിക്കുക. സുമിയുണ്ട്, മനോജേട്ടനുണ്ട്, കൂടെ ശെൽവൻ. അടിപൊളി. സ്വർണ്ണ
ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു സർക്കാർ ജോലി മേടിക്കുക എന്നുള്ളത്. അതെന്തോ എനിക്ക് കിട്ടി. കഴിഞ്ഞ മാസം 1-ാം തീയതി എനിക്ക് ജോലി കിട്ടി. അടുത്ത മാസം 1-ാം തീയതി ഞാൻ റിട്ടയർഡ് ആകും. മനസ്സിലായില്ല ഇല്ലയോ? എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ എംപ്ലോയ്മെന്റ് വഴി രജിസ്റ്റർ ചെയ്ത ആ ജോലിക്ക്. പക്ഷെ ജോലി കിട്ടിയത് ഇപ്പോഴാണ്. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ത്രീ ഒരേ വർഷത്തിൽ തന്നെ ജോലിക്ക് കയറുന്നതും റിട്ടയർഡ് ആവുന്നതും. ആ ഭാഗ്യം എനിക്കുണ്ട്. ഇവിടെ പിന്നെ വലിയ ജോലിയൊന്നുമില്ല കേട്ടോ. 2-3 വര അവിടെ ഇവിടെയും വരയ്ക്കുക, ബാക്കി വിശ്രമം. എന്താണെന്നറിയാവോ? സർക്കാർ ജോലി അല്ലയോ, KSRTC അല്ലയോ, ബാക്കി എല്ലായിടത്തും സമരക്കാർ കുത്തിയിരുന്ന് സമരം ചെയ്യുക. അവരൊന്ന് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ മാത്രം എനിക്ക് അവിടെ തൂത്താൽ മതി. പിന്നെ സ്വർണ്ണ ചാമരം വീശി. അയ്യോ മുനിയാണ്ടി, 100, 200, 300, 400, നക്കല് 200, 300, 400, തുപ്പല് 500, 600, 700, അടുക്കി വെക്കല്, ഇവിടെ ഇരിക്കട്ടെ, പോക്കറ്റിൽ വെക്കല്. അതെന്തോ ആ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഈ പോക്കറ്റിലോട്ട് വെക്കുന്നത്? ഈ പോക്കറ്റിൽ 2 കിലോ ചില്ലറ കിടപ്പുണ്ട്. എന്റെ ബാലൻസ് തെറ്റും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറ്റി വെച്ചേക്കുന്നത്. പിന്നെ എന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് പരിഗണിക്കണേ. നിങ്ങളുടെ കളി എന്ത് പരിഹരിക്കാൻ ചേച്ചി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ചോദിക്കും, നീ ഇതെന്തുവാടേ പറയുന്നത്? ഒന്നെങ്കിൽ മലയാളം പറ, അല്ലെ തമിഴ് പറ. എന്തായി പറയുന്നത്? നിങ്ങൾക്ക് എന്താ വേണമെന്ന് പറയൂ. അല്ല, എനിക്കൊരു 2000 രൂപ കിട്ടുവാന്നുണ്ടെങ്കിലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കഴിഞ്ഞ ആഴ്ച 1200 രൂപ എന്റെ വാങ്ങിച്ചു. പലിശ പോലും നിങ്ങൾ തന്നിട്ടില്ലെന്ന് ഓർത്തോണം. ആ പലിശ ലോകത്തില്ലാത്ത പലിശ നിന്റേത്, അതുകൊണ്ടാണ് തരാഞ്ഞത്. ഇപ്പൊ എത്ര പൈസ വേണ്ടുന്നത്? ഒരു 2000 രൂപ. ഞാൻ കേട്ടില്ല. 5000 രൂപ തരാം. 2000 രൂപ തരാം, അതാ ഞാൻ കേട്ടത്. 2000 പിടിക്കേ. പിന്നെ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കണം നിങ്ങള്. നിങ്ങൾ ഇവിടുന്ന് പെൻഷനായി പോകുന്നതിന് മുമ്പേ എനിക്കൊന്ന് തിരുമ്മി തരണം. അഹങ്കാരി, നീ നിന്റെ കെട്ടിയോളോടൊന്ന് പറയണേ. എനിക്ക് പൈസക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ, എന്നാലും നിന്റെ ശരീരം തടവി തരാമെന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ, എന്റെ ശരീരം തടവുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ പോകുന്നതിന് മുമ്പേ എന്റെ പൈസ തിരുമ്മി തരണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. മനസ്സിലായോ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് തരുന്നത് അറിയാമോ? മനസ്സിലായേ. എനിക്ക് എന്റെ ജോലി ചെയ്യണം. ഞാൻ പോയി ജോലി ചെയ്തിട്ട് അന്തസ്സായിട്ടുള്ള എന്റെ ജോലി. അമ്മാ വല്ലോ തരണേ. 2 ഡയലോഗ് അത് വെച്ചവൻ സാറേ വല്ലോ തായോ. എന്റെ പൊന്നി ഏട്ടാ, എന്റെ ഒന്നുമില്ല. എങ്കിൽ എന്റെ കൂടെ വായോ. എനിക്കും വലിയ സൗന്ദര്യം പിടിക്കല്ലോ. 5 പൈസ പോലും അമ്മാ വല്ലോ തായോ. 18 5 പൈസ തരത്തില്ലേ? തിരുവല്ലയ്ക്ക് പോകുന്ന 182-ാം നമ്പർ സൂപ്പർഫാസ്റ്റ് ബസ് ഉടനെ പോകും. വേണമെങ്കിൽ ഓടിക്കേറിക്കോ. അയ്യോ, ഇത് എവിടെ? ഇത് വണ്ടി നിർത്താൻ വേണ്ടി ഓടിക്കുമല്ലോ. ലേറ്റ് ആയത് എനിക്ക് ഈ മുട്ട പൊരിച്ചത് ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഭയങ്കര ശീലമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ പേരിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് എന്ന് പറയുന്നത് വഴക്ക് വല്ലതാണോ സാറേ? വാലുമായിട്ട് വല്ലതാണോ? അല്ലെന്ന്, മുട്ടയിടുന്ന കോഴിയായിട്ട്. ഞാൻ എങ്ങനെ അതിന്റെ പൂവിൽ ഇങ്ങനെ നുള്ളിയിട്ട് ചോദിച്ചു, നിനക്കൊരു കണക്ക് കൂട്ടലല്ലേ ഒരു മുട്ട ഇടുന്നതില്? ഒരു മാസത്തിൽ എനിക്ക് തരേണ്ട മുട്ട നിനക്ക് അറിയില്ല എന്നൊരു മീറ്റിംഗ് വെച്ചായിരുന്നു. അപ്പൊ അത് പറഞ്ഞ സമയം പോയി തരുന്നില്ല. ബാങ്ക് മാനേജരാ, വീട്ടിലെ കോഴിയായിട്ട് വള്ളുണ്ടാക്കിട്ട് വന്ന് നിൽക്കുക. അല്ല സാറിപ്പോ ഏത് ബാങ്കിലാ ജോലി ചെയ്യുന്നത്? ഞാൻ തിരുവല്ലയാണ്. സാറിപ്പഴേ തിരുവല്ലയിലെ ബാങ്ക് മാനേജർ എന്നല്ലേ പറഞ്ഞേ? അതെ. സാർ എന്നെ ഒന്ന് സഹായിക്കണം. ഇത് വിരല് പെട്ടുപോയാ സഹായിക്കാനാണ് പറഞ്ഞത്? അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ സാറേ എനിക്കൊരു ലോണിന് അനുവദിക്കണം അങ്ങോട്ട്. ഏത് ലോണാ വേണ്ട? അതായത് വീട് വെക്കാൻ ഒരു ലോൺ തരണം. പിന്നെ ലോൺ എടുക്കുന്നവരെല്ലാം വഴി കളഞ്ഞിട്ട് പോകണം. അവർ വീട്ടിൽ കൊണ്ടുപോകില്ലേ? വീട് വെക്കാനല്ല, വീട് വെക്കാൻ എനിക്കൊരു ലോൺ അനുവദിച്ച് തരണം, അതാ പറഞ്ഞത്. ഇപ്പൊ ലീനയ്ക്ക് വീടില്ലയോ? ചെറിയൊരു വീടുണ്ട്, പക്ഷെ എന്റെ നാത്തും കാര്യം അവിടെ 2 തല വീട് വെച്ചു. അപ്പൊ ആ ലെവൽ എനിക്കൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു ലോൺ തരണം. ആണല്ലേ? വീട് വെക്കാനേ എന്റെ ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കൂ. അസൂയക്കും കുശുമ്പിനും ലോൺ കൊടുക്കുന്ന പരിപാടി നമുക്കില്ല. എന്തെങ്കിലും ഒരു അന്നത് വേണ്ട വല്ല കച്ചവടം തുടങ്ങാൻ എന്തെങ്കിലും ഒരു അങ്ങനെ നമുക്ക് മുദ്രയുടെ ലോൺ നോക്കിയാലോ? ഉണ്ടോ? മുദ്രയ്ക്ക് ലോൺ ആരും പറഞ്ഞറിഞ്ഞില്ലേ? എനിക്കറിയാത്. പതാക, തൃപ്പതാക, അർത്ഥപതാക, കത്തരിമുഖ, കടകാമുഖം 50,000. എന്താ സംഭവം? മുദ്ര. ഈ മുദ്രയ്ക്ക് ലോണോ? ഈ നമ്മളെ ഈ തൂത്തുവാരുന്ന വേസ്റ്റ് എല്ലാം ഇവിടെ തന്നെ ഇടുന്നത്. അത് ഞാൻ ഇതിലാക്കിയിട്ട് അങ്ങ് പുറകിൽ ഒരു കുഴിയുണ്ട്, അവിടെ കൊണ്ട് കളയും. അവിടെ തന്നെ ഒരു കവറിലാക്കി ഇത് കളഞ്ഞേക്കണം ഈ മുദ്ര ലോൺ. എന്താ സാധനം? അത് കത്തിക്കാൻ നിൽക്കരുത്. അത് കത്തൂല. വെറുതെ മുദ്ര എന്ന് പറഞ്ഞാൽ തിരുവല്ലയ്ക്ക് പോകുന്ന മറ്റേ ബസ്സും ഇപ്പൊ പോകും.
വേണമെങ്കിൽ വീണ്ടും ഓടിക്കേറിക്കോ. ഇത് മറ്റേ ബസ് പോകുന്ന ഒരു ബസ്സും പോണില്ലല്ലോ, ഈ പറച്ചിൽ മാത്രമേ ഉള്ളല്ലോ. സാറേ ആശ്വസിക്കുക, മൈക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ? ആണല്ലേ? വണ്ടിയോ കിട്ടുന്നില്ല. എന്താ എന്തെങ്കിലും തരണം, 2 ദിവസമായി ഞാൻ കഴിച്ചിട്ട്. ഒന്നുമില്ല. എന്തെങ്കിലും സാറേ, ഞാൻ കഴിച്ചിട്ട് 2 ദിവസമായെന്ന്. ഒന്നുമില്ലെന്ന് എന്റെ പറഞ്ഞില്ലേ? എന്ത് കഴിച്ചില്ല? എന്ത് കഴിച്ചിട്ടില്ല? എനിക്ക് 250 രൂപ ചാപ്പാട് കഴിക്കാൻ. അതോടെ അപ്പുറത്തെ ക്യാൻറ്റീൻ 20 രൂപയ്ക്കാണ് കഴിക്കുന്നത്. നിങ്ങൾ 250 രൂപയ്ക്ക് ഊണ് കഴിക്കുന്നത്. സാർ അവിടെ 20 രൂപയ്ക്കാണ് കഴിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ഇടവഴി കിടക്കട്ടെ പോയ കുടുംബശ്രീയുടെ ഹോട്ടലുണ്ട്, അവിടെ സിലോപ്പിയ വറുത്ത നല്ല കിടക്കൻ സാധനമാണ്. 250 രൂപ. ഞാൻ എന്നും അതാ കഴിക്കുന്നത്. നിങ്ങളത് അധ്വാനിച്ച് പോയി മേടിച്ച് കഴിക്കണം. എന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യം തോന്നുന്നു. സാറേ എനിക്ക് 20 രൂപ 250 രൂപ സാറേ. 250 രൂപ ഒന്നുമില്ല. പോ, തന്റെ കാര്യം നോക്കി പോ. എന്റെ കയ്യിൽ പൈസ ഇരിപ്പില്ലേ? എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇവിടെ അടിച്ചാൽ സാധനത്തിൽ. ഇതെന്തോ തെങ്ങിന്റെ പേര് വെച്ച് ഇടിച്ചേക്കുന്നു. തെങ്ങിന്റെ പേര് പിടിച്ചിരിക്കുന്നല്ല, ഇതിന്റെ QR കോഡ് ഇവിടെ കയറ്റിയാൽ മതി. ഗൂഗിൾ പേ കൊണ്ട് നടക്കുവാണോ ഇങ്ങനെ തെണ്ടുന്നത്? ഗൂഗിൾ പേ തെണ്ടുന്നത് എങ്ങനെ? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ കേട്ടോ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അധ്വാനിച്ച് ജീവിക്കാൻ നോക്ക്. വെറുതെ ഓരോരുത്തർ ഓരോ കാര്യങ്ങളായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇതുപോലുള്ള ആൾക്കാർ. അങ്ങോട്ട് നോക്കി. എന്തിനാ എന്നെ മാന്തി? എന്നെ മാന്തി ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടി. നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിക്കണം. നിങ്ങൾക്ക് സാറേ ഞാൻ അധ്വാനിച്ച് തന്നെ ജീവിച്ചത്. പാറമടയിലെ ജോലിയായിരുന്നു. ഞാനും മുന്നിയാണ്ടിയുടെ കൂടി. പാറമടയിൽ എന്ത് ജോലിയായിരുന്നു? ഞാനവിടെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുമായിരുന്നു. പാറ പൊട്ടിക്കുന്ന ജോലിയായിരുന്നു സാറേ. അങ്ങനെ വലിയൊരു പാറ പൊട്ടി വന്നിട്ട് എന്റെ കൂട്ടുകാരൻ ചെന്തിൽ മണിയുടെ തലയിൽ വീണു. അതിൽ കഴിഞ്ഞ പിന്നെ എനിക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല സാറേ. ചെന്തിൽ മണിയുടെ തലയിൽ പാറ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പണിയേത്തോ? ഞാൻ ജയിലിൽ കിടക്കുമായിരുന്നു. ഞാനല്ലേ അവന്റെ തലയിൽ പാറ എടുത്തിട്ടത്. നിങ്ങൾ ഈ പണിയെല്ലാം ചെയ്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം നോക്കി. ഇത് ഒരുപാട് ഉപദ്രവകാരിയുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന 10 പൈസ ഇല്ലെന്ന് പറഞ്ഞു നിങ്ങൾ മാറിപ്പോ. നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കാൻ പറഞ്ഞില്ലേ? അധ്വാനിക്ക് ജീവിക്കാൻ പറഞ്ഞാൽ ഞാനേ വന്ന വഴി മറക്കത്തില്ല. വല്ലപ്പോഴൊക്കെ അതൊക്കെ മറക്കണം. പുതിയത് പറയല്ലോ. ഇതൊക്കെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന എന്തിനീ? ഒന്നും മനസ്സിലാക്കും സാറേ. ഇങ്ങോട്ട് നോക്ക് സാറേ, ഒന്നും മനസ്സിലാക്കും. എന്തോടാ പൊക്കളി നുള്ളിത്തുന്നത്? എന്തോടാ പൊക്കളി നുള്ളിത്തുന്നത്? ഇങ്ങനെ കാണിക്കേണ്ട കാര്യം വേറെ എങ്ങോട്ടെങ്കിലും പോടാ. എന്റെ അടുത്ത് ചോദിക്കുന്നത് എന്തിനാ? സാറിന് കാർ എടുത്തില്ലായിരുന്നോ? ഇല്ല, ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഓഫീസിലൊരു സൈൻ ചെയ്തിട്ട് നേരെ ചെന്നൈക്ക് പോകണം. ഓ, ചെന്നിട്ട് എന്തിനാ പോകുന്നത്? ചെന്നിട്ട് എന്തിനാ പോണെന്ന്? ചെന്നൈക്ക് പോണോന്ന് പറഞ്ഞു. ചെന്നൈക്ക് പോണോ? അവിടെ മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ പോണം. പക്ഷെ എനിക്ക് ചെന്നൈ നഗരം പരിചയമില്ല. അതാ ഞാൻ ഇപ്പൊ അത്ര അത്യാവശ്യമായിട്ട് പോകുന്ന ചെന്നൈയിൽ ആരോ പരിചയപ്പെടാനാ? പരിചയം അതല്ലെന്നേ, നഗരം എനിക്ക് പരിചയമില്ല. ഓ, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതെ അതെ. സാർ ചെന്നൈക്ക് പോവാണ്. ഓ, ചെന്നൈയിൽ എനിക്ക് നല്ല പരിചയമുണ്ട് സാറേ. ചെന്നൈയിലാണ് ഞാൻ ജനിച്ചതൊക്കെ. ഇവിടാണ് ഞാൻ പിച്ച വെച്ചത്. എന്താ അവിടെ വെച്ച് മുട്ടിൽ ആരെങ്കിലും കയറി പിടിച്ചിരുന്നോ? എന്താ ചെന്നൈയിൽ വെച്ച് പിച്ച വെക്കാൻ സമ്മതിച്ചില്ല? അല്ല, ഞാൻ ചെന്നൈ ജനിച്ച് ഇവിടെ കേരളത്തിൽ ഞാൻ പിച്ച വെച്ച് നടക്കുന്നു എന്ന് പറഞ്ഞത്. ചെന്നൈയിൽ ഇപ്പൊ സാറിന് ആരുടെയും വലിയ പരിചയമൊന്നും ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ എന്റെ അനിയനുണ്ട് കൗണ്ടർ രാജ. അവന്റെ കൂടെ വേണം സാറിന് അവിടെ താമസിക്കാൻ 2-3 ദിവസം. അവന്റെ അടുത്തൊന്നും ചുമ്മാ എന്തിനാ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആ മെട്രോ തൂണിന്റെ താഴേക്ക് ഞാൻ കിടക്കുന്നത്? നിങ്ങളുടെ കൾച്ചറാണോ എന്റെ കൾച്ചർ? അതിന് വേറെ ആളെ നോക്കണം. അതല്ല സാറേ, അവൻ ചെന്നൈ സിറ്റിയുടെ നടുക്കെ 5 നില കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. അവന്റെ സ്വന്തം ലക്ഷറി വില്ല, അവിടെ സാറിന് താമസിക്കാം. പുള്ളിക്ക് എന്തോ ജോലി അവിടെ? ഇടപ്പള്ളി ടോളിൽ കോട്ടിട്ട് തെറ്റുന്നു. ആണല്ലേ? നന്നായിരിക്കട്ടെ. നിനക്ക് പൈസ വല്ലതും കിട്ടുന്നുണ്ടോ? എനിക്ക് പൈസ അതെന്താ? ആദ്യം നിന്റെ ഈ വസ്ത്രം ഒന്ന് മാറ്റണം. എന്നിട്ട് കീറി പറഞ്ഞ ഷർട്ടും പാൻറ്റും ഇട്ടോണ്ട് നീ ഇറങ്ങണം. അന്നേരം ആൾക്കാർ നിനക്ക് പൈസ തരും. എന്റെ പൊന്നു സാറേ, എന്റെ പൊന്നു ചേച്ചി, ഞാൻ കീറി പറഞ്ഞ ജീൻസും കീറി പറഞ്ഞ ഉടുപ്പ് ഇട്ടുകൊണ്ട് തന്നെ നടക്കിപ്പോ ഒരു സാർ എന്നോട് പറയാ ഇവിടെ കിടന്ന് കറങ്ങാതെ കോളേജിൽ പോടാം. അയ്യോ, അത് ശരിയാ. ഇവിടുത്തെ ട്രെൻഡിങ് അതാ. അത് ആൾക്കാർക്ക് തെറ്റ് പറ്റും കേട്ടോ. അതങ്ങനെ ശരിയാ. വണ്ടിയും വരുന്നില്ല സാറേ. ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ നിന്റെ അടുത്ത്? നിനക്ക് എന്തു പറഞ്ഞാൽ മനസ്സിലാവൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട് സാറേ? തിരുവല്ലക്ക് ഇനി ഒരു ബസ് അങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. തിരുവല്ലക്ക് ഒരു ബസ്സേ ഉള്ളൂ? അതെ അതെ അതെ. ബാക്കിയുള്ള ബസ്സൊക്കെ അതല്ല, തിരുവല്ലക്ക് ഒരു ബസ്സേ ഉള്ളൂ. പെട്ടെന്ന് കയറി പോണോന്ന് പറഞ്ഞു. നീ എന്തോന്നരാ ഇങ്ങനെ ഒറ്റയ്ക്ക് വെച്ച് തിന്നുന്നത്? ബാക്കി ആൾക്കാരെ കൊടു. എന്തോ സംഭവം? എന്തോ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ മാഷേ? എന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? സാറേ, അനൗൺസ്മെന്റ് ഇല്ല. ബസ് എടുക്കുന്നു. കേറിക്കോ. ബസ് എടുക്കുന്ന കേറിക്കോളാന്. ഞാനിപ്പോ നോട്ടെ, കുറച്ച് കഴിഞ്ഞു പോ. എന്റെ പൊന്നെ, ഞാൻ അങ്ങോട്ട് ആക്കി തരാം. സാർ കേറുന്നു. എടുക്കോ സാറേ? ബസ് എടുത്തൊന്ന് നോക്കി. അല്ല, ഞാൻ വേണ്ട സാറിന് കുഴപ്പമില്ല. ബസ് എടുത്തൊന്ന് നോക്കി. എനിക്ക് പൊക്കോളാം, ഞാൻ പൊക്കോളാം. നിങ്ങൾ തൂക്കണം. ചേച്ചി 500 രൂപ ഇവിടെ എവിടെയോ പോയി ചേച്ചി. 500 രൂപ കാലത്തില്ല ചേച്ചി. നിങ്ങൾ എടുത്തല്ലേ പൈസ? ഒറ്റ കീറ വെച്ചെന്നുണ്ടല്ലോ. എന്റെ മര്യാദക്കാണെങ്കിൽ മര്യാദക്കാ ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ കണ്ണ്
പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ണു പറഞ്ഞു. മര്യാദയ്ക്ക് എന്റെ വാഗോട്ട് പോലും പറയാൻ പറ്റുന്നില്ല, പിന്നെ എന്റെ കണ്ണു പറഞ്ഞു. എന്റെ 500 രൂപ കാണാൻ സാറേ, എന്റെ 500 രൂപ കാണാൻ സാറേ, എവിടെ പോയത്? നീ 250 രൂപയ്ക്ക് ഊട് പിടിച്ചടിക്കുന്ന നീ എന്റെ അടുത്ത് 500 രൂപ നോക്കണം, വേറെ കാര്യം നോക്കും. സാറേ എന്റെ 500 രൂപ കാര്യങ്ങൾ ബസ്സും വരുന്നില്ല സാറേ. അയ്യോടാ എന്തോന്ന് 500 രൂപ എന്റെ കാണല്ലേ, എന്റെ 500 രൂപ കാണല്ലേ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അത് ലോജിക്കുണ്ട്. ഇതെന്തുവാ? ഇല്ല ഞാനേ ബസ്സിലോട്ട് കയറുന്നു. ഞാൻ പൊക്കോളാം, നിങ്ങൾക്ക് എന്ത് വേണം? ആ ബസ്സോടെ പോയി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. ഞാൻ ഇന്ന് പോടില്ല, പോരെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം. വണ്ടി ഒരു മനുഷ്യനെ എവിടെ പോയി ചേച്ചി? എന്റെ പൈസ എവിടെ? എനിക്കറിഞ്ഞൂടാ, നീ എന്റെ പറഞ്ഞ പറഞ്ഞേ. ഇവിടെ ഒരു 10 പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ കൊണ്ട് കൊടുക്കും. 500 രൂപ കളഞ്ഞു പോയെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. സാറേ എഴുന്നേറ്റ് മാറി, ഞാൻ ഒന്നുകൂടെ തൂക്കട്ടെ അവിടെ. എന്റെ പൈസ എവിടെയെങ്കിലും കിടപ്പുണ്ട് കണ്ടത്? ആരെങ്കിലും എടുത്തോണ്ട് പോയി എവിടെയും കൊണ്ട് കളയുന്ന എന്നിട്ട് പൈസ എനിക്കൊന്ന് തൂക്കണമായിരുന്നു. നിങ്ങൾ തൂക്കണം. അവിടെ നിന്ന് മാറാന് ഞാൻ മാറിക്കൊള്ളാം, നിങ്ങൾ തൂക്കി. ഇവിടെ തന്നെ തൂക്കേണ്ട കാര്യം എന്തോ, നമുക്ക് പോകണ്ടേ? നീ അങ്ങോട്ട് പോയ പോക്കിനൊന്ന് വീണായിരുന്നു. മൂടും കുത്തിയാ വീണത്, പക്ഷെ തലക്ക് റില്ലില്ലാത്ത പോലെ സംസാരിക്കുന്നത്. ഇതെന്തോ കാണിക്കുവത്? ഇതെന്തോ കാണിക്കുവാ? എവിടെ പോന്ന്? എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ എത്തേണ്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ശേഷം ചെന്നൈ പോണം. ഇറങ്ങിയോ? എന്റെ അത്യാവശ്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റും, നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക്. ഞാൻ ഇങ്ങനെയും പോകും ചിലപ്പോ. ഇറങ്ങൂടെ? എന്റെ ദൈവമേ, എന്തൊക്കെ കണ്ട ഒരു ദിവസം പോവും. എന്റെ ദൈവമേ, എന്റെ പൈസ ഏതാവലും എടുത്തെങ്കിൽ അവന്റെ തലയിൽ ഇടിവെട്ട് വീഴണേ. ഒരു 500 രൂപയ്ക്ക് ഇത്രയും വലിയ പ്രാക്കുണ്ട്. നിങ്ങൾ ഇടിച്ചു അല്ല, കാണാൻ നല്ല രസമുണ്ട്. എന്ത് കാണാൻ രസമുണ്ട്? എന്റെ പൈസ പൊട്ടിച്ചിട്ടാണ് നീ ബാങ്ക് പറഞ്ഞത്, കള്ളം പറഞ്ഞാ തിരുത്ത പായലാതി. അല്ല ഇത് എന്തോ ഏത് അമ്പലത്തിലാ പോണം? നല്ല ഭസ്മം. ചേച്ചി ഇപ്പൊ ഭയങ്കര ഒരു ഇടി കൊടുക്കണം. അങ്ങോട്ട് കുരുങ്ങി ഞാൻ പറയട്ടെ കാര്യങ്ങള്. എന്റെ കാര്യങ്ങൾ പറഞ്ഞത് നീ ബാങ്കിലെ മാനേജാണോ നീ? സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് ഫുള്ളാണ്. ഞാൻ കിടന്ന് പോകാന്ന് ഒരുത്തനും വിചാരിക്കണ്ട, വേണമെങ്കിൽ ഓടിക്കേറിക്കോ. സാറേ അത് സുൽത്താൻ ബത്തേരിക്കുള്ള ബസ്, തിരുവല്ലക്കുള്ളതല്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോക്കോട്ടെ. അപ്പൊ സാറിന്റെ ബാഗോ? ഇപ്പൊ അവനല്ലേ മാനേജർ, അവനെടുത്ത് കൊടുത്തേക്ക്. നല്ല കൈഡി പ്രചോദേട്ടാ. മനോജ്, സുമി, സെൽവ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചിരിക്കാനുള്ള കുറേ സാധനങ്ങൾ കിട്ടി. ഈ പറയുന്ന പോലെ ചെറിയൊരു മാറ്റർ എടുത്തിട്ട് നിങ്ങൾ അത് നന്നായിട്ട് ഫോം ചെയ്ത് കൊണ്ടുവന്നു. എനിക്ക് തുടക്കത്തിലെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. തുടക്കം നല്ല എണ്ണി പറയാവുന്ന കുറച്ച് ഹ്യൂമറും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വന്നു. ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ ആ സിറ്റുവേഷൻസ് നന്നായി. ബാക്കി ടോട്ടൽ നോക്കുമ്പം എനിക്ക് തോന്നുന്നൊരു എന്താ പറയുക, ചെറിയൊരു മാറ്റർ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഹ്യൂമർ കളിച്ച ഒരു കുറച്ച് കൗണ്ടറുകൾ കൊള്ളാമായിരുന്നു. ബാക്കിയുള്ള സമയത്തൊരു സ്പേസ് വന്നുപോയി. എന്തായാലും കൊള്ളാം. ഇനി അടുത്തതിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഷാജൻ ചേട്ടാ നന്നായിരുന്നു. ഈ പറയുന്നത് പോലെ എവിടെയൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു, എവിടെയൊക്കെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും, ഒരു ക്ലൈമാക്സ് ഒക്കെ എന്താണ് ഉദ്ദേശിച്ചത് അങ്ങോട്ട് കൃത്യമായില്ല. അത് ഈ പറഞ്ഞ പോലെ ഓക്കെ, നിങ്ങൾ 3 പേരും സ്ഥിരം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പഞ്ച് ഇന്ന് വന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള ഗംഭീര, അതായത് നിങ്ങളുടെ സ്ഥിരം ആ ഒരു ലെവല് ഗംഭീര തമാശകളും ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് പറഞ്ഞു. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, അല്ല, എനിക്ക് കണ്ടിട്ട് അല്പം തിരക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് അടിച്ചിട്ട് അങ്ങ് പോകാമെന്നുള്ള ഒരു ധാരണ ഉണ്ടായോ? ഇല്ല ആലോചിച്ച് തന്നെയാണോ ഈ സാധനം എടുത്തത്? അപ്പോൾ കുറച്ചുകൂടെയൊക്കെ കോമഡി ആഡ് ചെയ്യായിരുന്നു. ഉള്ളതൊന്നും മോശമായിട്ടില്ല, നന്നായിരുന്നു. ആ പൈസയുടെ ഒരു പ്ലേ ഒക്കെ കൊള്ളാം. ചില ആൾക്കാരുണ്ട് അങ്ങനെ, അത് കിട്ടി എങ്ങനെയും എടുത്തിട്ട് പോയിട്ട് കയ്യിലിരുന്ന് ഇട്ടിട്ടും ആ കുനിഞ്ഞിട്ട് മറ്റൊന്നും കൂടെ എടുത്തുകൊണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. ആ ഒരു പ്ലേ നല്ല രസമായിരുന്നു. പിന്നെ ഇടയ്ക്കുള്ള കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ നല്ലതാണ്. സുമിക്ക് പറക്കാൻ പറ്റിയില്ലല്ലേ? അല്ല, സുമിയ സർക്കാർ ജോലി ആയതുകൊണ്ടേ അങ്ങനെ പിന്നെ റിട്ടയർ ആകാൻ പോവാണല്ലോ. അധികം പണിയെടുക്കണ്ടല്ലോ. കൂളായിട്ട് ആ ഒരു മാറ്ററൊക്കെ കൊള്ളായിരുന്നു. തമാശയുടെ കുറച്ച് കുറവുണ്ട്. പിന്നെ പെട്ടെന്ന് തീർന്ന പോലെ ഒരു ഫീലും കിട്ടി. കൗണ്ടറുകൾ കുറഞ്ഞത് കൊണ്ടായിരിക്കാം നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഡെഡായിട്ട് കിടക്കുമായിരുന്നു. കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഉള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്തു. അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുക മനോജേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പോ കൈയോടെ മാർക്സ് പ്രചോദേട്ടാ എത്ര? ഞാനൊരു 12,000 രൂപ. ഷാജോൻ ചേട്ടാ? ഞാനൊരു 10,000. അപ്പൊ ടോട്ടൽ 22,000 രൂപ. നസീർക്ക? നീയെങ്കിലും മാന്യമായിട്ട് ജീവിക്കാൻ നോക്കും. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. ഓക്കെ, ബാക്കി ഇപ്പം ഉള്ള വണ്ടിക്ക് സുൽത്താൻ ബത്തേരി പിടിക്കുക. ബാക്കി നമുക്ക് എന്തായാലും നോക്കാം. ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ്. ഞാൻ 3,000 രൂപ കിട്ടും, കടമായിട്ടില്ല. കോമഡി അടുത്ത ടീം മനു കുമാരി ഉണ്ട്, അജേഷ് റാന്നി ഉണ്ട്, പിന്നെ കൂടെ സജിച്ചേട്ടനും. അടിപൊളി.
പുല്ല് ഇവിടെ മൊത്തം പുല്ല്. എനിക്ക് വയ്യ, ഇനി ഞാൻ ഇവിടെ ഒരു പുല്ലും ചെയ്യത്തില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഈ പുല്ല് വെട്ടിയാണല്ലോ ഞാൻ ജീവിക്കുന്നത്. ആ പുല്ല് ഞാനങ്ങ് മറന്നുപോയി. ദോഷം പറയരുതല്ലോ. പേര് ഗോൾഫ് ക്ലബ്ബ്. ചില പൈസ ഇല്ലാത്ത കിളവന്മാർ കടവരാന്തയിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് കൊതിയും നുണയും പറയും പോലെ കോട്ടും സൂട്ടും വെള്ള ഡ്രസ്സും തൊപ്പിയൊക്കെ ഇട്ട് കുറേ പേര് ഇവിടെ വന്നിരുന്നോളെ പറയും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. 10-15 പശുവിനെ മാറ്റിട്ടിരുന്നെങ്കിൽ ഈ പുല്ലെല്ലാം കൂടെ തിന്ന് അതിൽ നിന്ന് കിട്ടുന്ന പാലും ചാണകമൊക്കെ വിറ്റിട്ട് അല്പം സ്വല്പം സന്തോഷത്തോടുകൂടി എനിക്കൊക്കെ ജീവിക്കാമായിരുന്നു. പിന്നെ ഐസക് സാർ, ആ പുള്ളി ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ അങ്ങ് നിലനിൽക്കുന്നു. പുള്ളി വന്നാ വേറൊരു വൈബാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. പുല്ലിന്റെ മണം. പിന്നെ പുല്ല് വെട്ടുന്ന എന്റെ ഒന്നും പുല്ലിന്റെ മണമല്ല, മുല്ലപ്പൂവിന്റെ മണം വരും. അപ്പൊ രാവിലെ തന്നെ വന്നു, നല്ല മൂഡിലാണ്. ഓക്കെ, ഞാനപ്പോൾ എന്റെ കർത്തവ്യത്തിലേക്ക് അങ്ങ് കടക്കുകയാണ്. ഓ നടക്കട്ടെ. ആരുമില്ല. ഈ സ്റ്റില്ലടിച്ച് നിൽക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐസക് സാർ. പുള്ളിയുടെ മട്ടും ഭാവം കണ്ടാ വിചാരിക്കും ഈ അടിയിൽ ഇപ്പൊ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയെന്ന്. ചുമ്മാതാ എന്നുള്ള പരിപാടിയാ ഇതായിരിക്കുന്നത്. ഇത് കണ്ട, ഇതുപോലെ അടികൊള്ളാൻ കൊതിയുള്ള ഒരു ബോളിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇന്നും നീ ബ്ലിങ്കി. എന്റെ ഇൻട്രോക്ക് വേണ്ടിട്ട് ഞാനിവിടെ നിന്ന് തന്നതല്ല. സ്ഥിരം പരിപാടി. എന്നാലും ആ ബോള് പോയൊരു പോക്കേ. എന്ത്? ഏത് ബോള്? ഞാൻ അടിച്ചുവിട്ട ബോള്. ആരടിച്ചു വിട്ടെന്ന്? ഇനി ഞാൻ അടിച്ചുവിട്ട ബോള് പോയില്ലേ? ആയിരിക്കുന്ന ഓളിലൊന്നും കൊണ്ടില്ല. എടാ, ഇതെടുത്ത് കൈ വെച്ചോണ്ടിരുന്ന പിന്നെ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്? ഞാൻ താഴത്ത് വെച്ചപ്പോ നീ അടുത്ത് കൈ വെച്ചോണ്ടാണ് ഇത് അങ്ങോട്ട് പോകാതിരുന്നത്. നിന്നോട് ആര് പറഞ്ഞു എടുക്കാനായിട്ട്? അടികൊള്ള ആഗ്രഹിച്ചത് നീയാണെങ്കിലും കിട്ടിയത് എനിക്കാ. ഇപ്പോഴും നീ ബ്ലിങ്കി ഇവിടെ ഇരുന്നോ. അപ്പൊ നമുക്ക് കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിനക്കൊരു ചലഞ്ച് തരാൻ പോവാ. ചലഞ്ചോ? യെസ്. ആയിക്കോട്ടെ. അതായത് ഈ ഇരിക്കുന്ന ബോള് ഞാൻ ഇവിടുന്ന് അടിച്ച് ദൂരത്തേക്ക് അങ്ങ് വിടും. നടന്നത് എന്നെ. അഥവാ ഈ ബോള് പോയില്ല എന്നുണ്ടെങ്കിൽ നാളെ മുതൽ നീ ജോലിക്ക് വരണ്ട. എങ്ങനെ? നാളെ മുതൽ നീ ജോലിക്ക് വരണ്ട. അയ്യാ സാറേ, അത് വേണം. ആ ചലഞ്ച് വേണ്ട. ആ ചലഞ്ച് വേണം. ശരിയാവത്തില്ല. എടാ, നീ കണ്ടോടാ, ആ ചലഞ്ചാണ്. കാരണം എനിക്ക് ചലഞ്ച് എന്ന് വന്നു കഴിഞ്ഞാൽ തലക്കത്ത് പ്രാന്താണ്. ഇത് പോയില്ല, നീ നാളെ ജോലിക്ക് വരണ്ട. ഓക്കെ ഓക്കെ. കണ്ടോ? പോയ പോക്ക് കണ്ടോ? പേടിച്ചു പോയല്ലേ? എന്നെ അടിയാ സാറേ അടിച്ചത്. ഓക്കെ, പേടിക്കണ്ട. പോയി പണി എന്താന്ന് വെച്ചാ എല്ലാം കൊണ്ട് ചെല്ലി. ജോലി രക്ഷപ്പെടുത്തി എങ്ങനെ എടുത്ത്. ഹലോ. ഹലോ. നമസ്കാരം. നമസ്കാരം. ഐസ് വെക്കുന്ന അച്ചായനല്ലേ? ഐസക് അച്ചായൻ എന്നാണോ ഉദ്ദേശിച്ചത്? ഐസക് അച്ചായൻ. ആരാണ്? ഞാൻ സംപൂജൻ താഴത്ത്. അയ്യോ, എന്നാ വെറൈറ്റി പേരല്ലേ സംപൂജൻ. താങ്കൾ പറ്റിയ ആളെന്നാ തോന്നുന്നേ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ വെറൈറ്റി പേരുകളാണ്. എന്റെ ചേട്ടനുണ്ട്, ഉന്നതൻ. ഉന്നതൻ എന്തോ പുള്ളിയുടെ ജോലി? കിണർ കുത്തുന്ന ജോലിയാ. പേര് ഉന്നതൻ, ജോലി താഴോട്ട്. പിന്നെ എന്റെ അനിയനുണ്ട്. അവൻ ഈ ജോലിക്കും വേലയ്ക്കും ഒന്നും പോകത്തില്ല. സർവ്വസമയം വീട്ടിനകത്ത് മടിയും പിടിച്ച് ടിവിയും കണ്ടങ്ങ് ഇരിക്കുക. ആണല്ലേ? എന്തോ എന്റെ പേര്? ഉന്മേഷ്. ചേരും. നല്ല കുടുംബം അല്ലേ? കറക്റ്റ് ലോജിക്കായിട്ട് ചേരുന്ന രീതി തന്നെ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ റെയിൽവേയിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആണ്. റെയിൽവേ ഉദ്യോഗസ്ഥൻ? അതെ അതെ അതെ. ഞാന് റെയിൽവേയുടെ കോച്ച് ഫാക്ടറിയിലായിരുന്നു. സത്യം പറഞ്ഞ ഞാനൊരു റെയിൽവേ ഉദ്യോഗസ്ഥനെ കാണാനായിട്ടിരിക്കുക. കുറെ നാളായിട്ട് എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സംശയമാണ്. എന്തായിരുന്നു? ഇത്രയും വലിയ ട്രെയിൻ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? അയ്യോ, അത് ഭയങ്കര ഒരു പ്രോസസിംഗ് ആണ്. അതെങ്ങനെയാ? വിശാഖപട്ടണത്താണ് ഈ കോച്ച് ഉണ്ടാക്കുന്ന ഫാക്ടറി. അവിടെ ഒരു മെഷീൻ ഉണ്ട്. അതിലോട്ട് നമ്മൾ ഈ ട്രെയിൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കയറ്റി ഇറക്കി ബാക്കിക്ക് തെള്ളി ഇറക്കി അങ്ങ് വിടും അങ്ങ്. എന്നിട്ട് എന്തുവാ, നമുക്ക് ആവശ്യമുള്ള നീളം വരുമ്പോ കട്ട് ചെയ്യും, പുറയിൽ ഇൻഡു അടിക്കും, പറഞ്ഞു വിടും. പിന്നെ നീളത്തിന് കട്ട് ചെയ്യും, പുറയിൽ ഇൻഡു അടിക്കും, പറഞ്ഞു വിടും. പിന്നെ നീളത്തിന് കട്ട് ചെയ്യും, പുറയിൽ ഇൻഡു അടിക്കും, പറഞ്ഞു വിടും. ഹിന്ദു ലീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഹിന്ദു ലീവ് ആണെങ്കിൽ ബിന്ദു അടിക്കും. എടാ, ഹിന്ദു എന്ന് പറഞ്ഞ ഗുണചിഹ്നം അടിക്കുന്ന ട്രെയിനിന്റെ പുറയിലുള്ള. ഞാൻ ചോദിച്ചോട്ടെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ട്രെയിൻ ഉണ്ടാക്കുന്ന സ്ഥലത്താണോ ജോലി ചെയ്യുന്നത്, അതോ സിപ്പപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയിലാണോ ജോലി? സിപ്പപ്പ് കമ്പനിയിൽ. ട്രെയിൻ കമ്പനിയിൽ. അപ്പൊ എന്തായാലും വന്നത്, ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറ. എനിക്ക് അടുത്ത മാസം അമേരിക്കയ്ക്ക് ഒന്ന് പോകണം. അതിന് അമേരിക്കയിലേക്ക് പോകുന്നത്? അല്ലാതെ അമേരിക്ക എന്റെ അടുത്തോട്ട് വരത്തില്ലല്ലോ. ഇതൊക്കെ ഒരു സെക്കൻഡ്. അല്ല, നിങ്ങൾ രണ്ടുപേരും പഴയ ആൾക്കാരല്ലേ, പഴയതൊക്കെ വീഡിയോ എനിക്കറിയാം. സ്പോട്ട് കട്ട് എഡിറ്റർ ഇല്ല, പോച്ച എഡിറ്ററാ. എന്നാ പോച്ച എഡിറ്റർ അങ്ങോട്ട് മാറി നിൽക്കി. എന്റെ ഇപ്പോഴത്തെ വിഷമം എന്തോന്നറിയോ? എന്താണ്? എനിക്ക് 2 മക്കളെ ഉള്ളൂ. അതാണ് വിഷമം? അതല്ല, പിന്നെ മൂത്തത് മോന്, ഇളയത് മോളാണ്. ഓക്കെ. അവളെ ഞാൻ ബ്രിട്ടനിൽ നേഴ്സിംഗ് പഠിപ്പിക്കാൻ വിട്ടു. ഗുഡ്.
ഇല്ലാത്ത കടം ഉണ്ടാക്കിയാണ് ഞാൻ അവളെ പഠിപ്പിക്കാൻ വിട്ടത്. അല്ലേലും അങ്ങനെ തന്നെ ഇല്ലാത്തപ്പോഴാണ് നമുക്ക് ഈ കടം ഉണ്ടാകുന്നത്. അതല്ല ഞാൻ കൊളോക്കിയലായിട്ട് പറഞ്ഞാണ്. ഇവളുണ്ടല്ലോ എന്റെ മോള് സുകന്യ, ബ്രിട്ടനിൽ ചെന്നിട്ട് അവിടെ ഒരു സായിപ്പുമായിട്ട് അങ്ങ് പ്രേമമായി. അയ്യോ, എന്നിട്ട് അവനെ കല്യാണം കഴിച്ചു. നിങ്ങളത് സമ്മതിച്ചോ? ഞാൻ സമ്മതിച്ചു. കാരണം ഇവന്മാർ 2 നൂറ്റാണ്ട് നമ്മളെ അടിമകളാക്കി വെച്ചല്ലേ. ഞാൻ വിചാരിച്ചു ഒരു കുടുംബം ഒരു കുടുംബം നമ്മുടെ അടിമയായിട്ട് അവിടെ അടിമയായിട്ട് കിടന്നോട്ട് ഞാൻ അത് പൊളിച്ച്. എന്നിട്ട് അപ്പൊ ഈ വന്ന കുഴപ്പം ഇതല്ല, ഈ സായിപ്പ് മരുമോനില്ലേ, ആ കൊച്ചനും ഈ കുന്തപ്പനാണ്ടി കളിക്കുന്നതാ. എന്താ കുന്തപ്പിനാണ്ടിയോ? ഏത് ഇതില്ലേ ഈ ഇങ്ങനെ ഇത് മഹത്തായ എന്റെ ഗോൾഫ് കളിയാണോ നീ പറഞ്ഞ കുന്തപ്പിനാണ്ടി? ഈ ഗോൾഫ് കളിക്കുന്ന ഈ സായിപ്പും മരുമോനും. അപ്പൊ എന്റെ മോള് സുകന്യ അവിടെ ചെന്ന് അവനോട് വീം പഠിച്ച് വെച്ചേക്കുവാ. അവിടെ അച്ഛൻ, അതായത് ഞാനും ഇന്ത്യയിലെ വലിയ കളിക്കാരനാണ് ഇത് ഗോൾഫ് കളിക്കാൻ. ആ പന്നക്കൊച്ച് പറഞ്ഞു. അതുകൊണ്ട് പണി എനിക്കല്ലേ വന്നേ. മരുമോൻ ഇപ്പൊ അമേരിക്കയിലോട്ട് ക്ഷണിച്ചേക്കോ എന്നെ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ. ഇതിന്റെ നല്ല കാര്യമല്ലേ, നല്ല കാര്യമല്ലേ. എന്തോന്നറിയ മത്സരം. അവിടെ ഈ അമേരിക്കയില് ഒരു പെങ്കൊച്ച് കോൺ ഐസ്ക്രീം തിന്നോണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്ന ഒരു പ്രതിമയില്ലേ, ആ പ്രതിമയിൽ ഈ ബോൾ അടിച്ച് കൊള്ളിക്കണം ഞാൻ. മറ്റേ ആ കടലിന്റെ കരയിലേക്കുന്നതാണ്. അത് തന്നെ, കോൺ ഐസ്ക്രീം പിടിച്ചോണ്ട് പെങ്കൊച്ച്. തെറ്റി സംഭവം അത് കോൺ ഐസ്ക്രീം അല്ല. പിന്നെ അത് മറ്റേ ചോക്കോബാർ. കോൺ ഐസ്ക്രീമാ. എനിക്കറിയാം, എന്റെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട്. ചോക്കോബാറാണ്. എന്റെ പൊന്നു കൂട്ടുകാരെ, ഇന്നലെ എന്റെ മോൾ എനിക്ക് ഫോട്ടോ ഇട്ട് തന്ന കോൺ ഐസ്ക്രീം തർക്കിക്കല്ലേ, അത് ചോക്കോബാറാണ്. കോൺ ഐസ്ക്രീം ആരെ കാക്ക എപ്പോഴെ കൊത്തിക്കൊണ്ട് പോയേനെ. പുല്ലുവട്ടി, എന്റെ റെയിൽവേ പാളവേ, നിങ്ങൾ ഉദ്ദേശിച്ചത് ലിബർട്ടി ഓഫ് സ്റ്റാച്ചുവിന്റെ കാര്യമാണോ? ആ ബർത്ത് തന്നെ. അമേരിക്കയുടെ മഹത്തായ പ്രതിമയാണ് ഇവന്മാർ ഐസ്ക്രീം കൊണ്ടുവച്ചേക്കുന്നത്. എടോ, അത് പന്തമാണ്. പന്തമാണോ? ആ പന്തം. എങ്കിൽ ആ പന്തത്തിൽ ബോൾ അടിച്ച് കൊള്ളിക്കുന്നതാണ് മരുമോൻ വെച്ചേക്കുന്ന ബെറ്റ് ഞാനുമായിട്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാം. ഇത് പഠിപ്പിച്ചാൽ എനിക്കുള്ള ഗുണം എന്താണ്? അച്ഛന്റെ ഫീസ് എത്ര രൂപ? 25,000 രൂപയാണ്. പൈസ കുറയാതെ അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് തരും. ഇല്ല, ഞാൻ അണപ്പല്ല അടിച്ചങ്ങാക്കും. അല്ല, തരണ്ട. പൈസ തരുമെന്ന് പറഞ്ഞാൽ താങ്ക് യു. ഓക്കെ, അനുഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ വേറെ ഗിഫ്റ്റും ഉണ്ട്. എന്താണ്? എന്റെ മൂത്ത മോനുണ്ടെന്ന് പറഞ്ഞില്ലേ, അവൻ ഈജിപ്തിലാണ് ജോലി. കഴിഞ്ഞ ആഴ്ച കൊടുത്തു വിട്ട വാച്ചായത്. ഇതാ 3.5 ലക്ഷം രൂപ. വാച്ചേട്ടാ, ഒത്തിരി വെറൈറ്റി ഫീച്ചേഴ്സ് ഉള്ള വാച്ചായത്. ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വരത്തൊന്നുമില്ല. അതൊക്കെ ചുമ്മാ, അതൊക്കെ വിടെ. ഇങ്ങോട്ട് നോക്കിയേ, ആരത് സമയം തോയി. ഇതിനകത്തിപ്പോ 10 മണി, ഇതിനകത്ത് 12 മണിയായി. വില കൂടിയാൽ അങ്ങനെ 2 മണിക്കൂർ തള്ളു നിൽക്കും. ആ പഴയ വാച്ച് അടിച്ച് കളഞ്ഞു. ഇത് കൊള്ളത്തെ വാച്ച. കൊള്ളില്ല, കളഞ്ഞു. ഇവിടെ ഈ ഭാഗത്തോട്ട് കളാം. എന്തോ കഷ്ടമെന്ന് പറയാം. ഇതിന് വേറെ പ്രത്യേകതയുണ്ട്. എന്താണ്? ഇതിന്റെ കീ ഇല്ലേ, ഈ കീ പിടിച്ച് തിരിച്ചാൽ പൈസ കിട്ടും. ചുമ്മാ കിട്ടുമെന്ന് ഓടിച്ചു പറിച്ച് കളഞ്ഞു. അല്ല, ഞാൻ ചുമ്മാ. അത് മോശമായി. സാർ എന്തിനാണ് ആര് കയറി പിടിച്ചത്? പിന്നെ 3 ലക്ഷം രൂപ എന്നെ കെട്ടി കൊതി പോലും തീർന്നില്ല. അത് ഓടിച്ച് നാശമാക്കി നോക്കടാ. ഇത് കണ്ടോ? അല്ല, ഞാൻ അത് അങ്ങനെ ഇതിനകത്ത് പിടിച്ചെന്ന് തിരിച്ചപ്പോഴത്തേക്കും പെട്ടെന്നത് 25,000 രൂപ വേണം അത് ശരിയാക്കാനോ. എത്ര? 25,000 രൂപ വേണം ശരിയാക്കാനോ. വളരെ മോശമായി പോയി സാർ. അല്ല, അത് നമുക്ക് എങ്ങനെയെങ്കിലും തന്നില്ല, ഞാൻ കേസ് കൊടുക്കും. ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. കേസ് കൊടുക്കണ്ട. പിടിച്ചോ, എടുത്തോ. 25,000. കഷ്ടമാണ് കേട്ടോ. എന്തുവാ? നിങ്ങളല്ലേ പറഞ്ഞ അതിനകത്ത് പിടിച്ച് തിരിച്ചാ പൈസ കിട്ടും. പൈസ കിട്ടിയല്ലോ. എനിക്ക് പൈസ ആർക്കാരും കിട്ടിയാ പോരെ. തിരിക്കുമ്പോ പൈസ ആർക്കാരും കിട്ടിയാ പോരെ. ഏറ്റ പണിയാ വന്ന് കയറിയിരിക്കുന്നത്. നല്ല പണിയാ. അപ്പൊ പഠിക്കണം. ഗോൾഫ് പഠിക്കണം. നമുക്ക് ആദ്യം ഈ കോസ്റ്റ്യൂം പറ്റില്ല. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ, ഏകദേശം ഇതുപോലുള്ള ഡ്രസ്സ് കണ്ടിട്ട് വേണം നമ്മൾ ഗോൾഫ് കളിക്കാനായിട്ട്. അതിനെ പരിഹാരം ഉണ്ടാക്കി തന്നാ പോരെ. കളർ വേറെ ആയാലും കുഴപ്പമൊന്നും. ഇത് എന്താണെന്നറിയാമോ, നമ്മൾ ഈ ഒരു വഴിക്കിറങ്ങുമ്പോൾ നമ്മൾ ഇതെല്ലാം കാണും, ഉദ്ദേശം കാണും. അതുകൊണ്ട് എല്ലാ സജ്ജീകരണമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പറ്റിയ ആളാണെന്ന് ഞാൻ അറിയാം. എവിടായിരുന്നു ജോലി എന്ന് പറഞ്ഞേ? റെയിൽവേയില് വേറെ സെറ്റുകളുണ്ട്. പച്ചയാ, വീട്ടിലിരിപ്പുണ്ട്. നന്നായിട്ടങ്ങ് മുതലാക്കിയല്ലേ. എന്തുവാ? അവർക്കിപ്പോ ഇവിടെ കാണിക്കാനായിട്ട് കൊടിയുണ്ടോ? അതെല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി നിക്കറും പെനിയും തയ്ച്ചിട്ട് വെച്ചേക്കുവാണ്. 5 ട്രെയിനാ ഇപ്പോഴും ട്രാക്ക് മാറി ഓടുന്നത്. കൊടി ഓടാതിരിക്കുവോ? എങ്ങനെ ഓടാതിരിക്കാനാണ്? അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക്. ഇതാണ് ഗോൾഫ് സ്റ്റിക്ക്. എന്തോന്ന് ഗോൾഫ് സ്റ്റിക്ക്? സാറേ ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു നിന്ന് പറയൂ. അതിന് ഞാൻ രാവിലെ അവിടെ വെള്ളം തളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ലോണം നനയുമായിരുന്നു. എടാ, ഒന്ന് പോടാ. ഇതാണ് ഗോൾഫ് സ്റ്റിക്ക്. ഗോൾഫ് സ്റ്റിക്ക് മനസ്സിലായോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എന്നെ ഇത് പഠിപ്പിച്ചത് എന്റെ എഡ്വേർഡ് സാറാണ്. ആണോ? പിന്നെ സായിപ്പാണ് പുള്ളി. എഡ്വേർഡ് സായിപ്പ്. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ പ്ലെയർ ആണ്. പുള്ളി ഇത് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ പുള്ളി കൂടെ നിന്ന് പഠിപ്പിച്ചു തരും. അതായത് ഈ ബോൾ ഇവിടെ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ അങ്ങ് നിൽക്കും. എന്നിട്ട് പറയും, ഐസക് കം ഓൺ അടിക്കൂ. അപ്പൊ ഞാൻ ചിന്തറിയോ, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ അടിയാണ് തെറിച്ചങ്ങ് പോയി. ബോളല്ല, മറ്റേ പഠിപ്പിച്ച ആളുണ്ടല്ലോ, പുള്ളിന്റെ ഈ കാലിന്റെ ഈ കണ്ണ് അതിപ്പോ ഇല്ല. പുള്ളി ഇല്ലയോ? ഒറ്റ അടി കളഞ്ഞില്ലേ. അപ്പൊ മരുമോൻ സായിപ്പാണെന്നല്ലേ പറഞ്ഞു. സായിപ്പാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ഇതിങ്ങനെ പിടിക്കുക.
ഇങ്ങനെ പിടിച്ചിട്ട് നൈസ് ലെങ്ത് നോക്കിയിട്ട് നൈസായിട്ട് ഇങ്ങനെ തട്ടുക. മനസ്സിലായോ? ഓക്കെ. ആഹാ, കൈയടിക്കാൻ ഓഡിയൻസിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ അങ്ങനെ മൊബൈലിൽ റിംഗ് ടൂൺ വന്നതാണ്. പോയി പന്തെടുത്തോണ്ട് വരാനായിട്ട്. ചാറ് പോയി അടുത്ത് എനിക്ക് വയ്യ ചുമ്മാ ആ വണ്ടിയെ പറഞ്ഞു വിടും. വെറുതെ ചാർജ് ചെയ്തിട്ടിരിക്കും. എന്നെ കൊണ്ടുപോയി, ഞാൻ വന്നുള്ളൂ, ജോയിൻ ചെയ്തല്ലോ ഉള്ളൂ. പറ്റത്തില്ല, എനിക്ക് സ്ഥലമൊന്നും അറിയാത്തോണ്ട്. ഞാൻ തന്നെ ചെയ്യണം. അതാണ് എനിക്ക് നല്ലത്. ഓക്കെ, ഞാൻ പോയി എടുത്തിട്ട് വരാം. പക്ഷെ കൊള്ളാം കേട്ടോ പുള്ളിയെ. പുള്ളി അതല്ല, നിങ്ങൾ പറഞ്ഞോളന്നില്ല, പുള്ളി അടിച്ച് തെറിപ്പിച്ച സംഭവം. ആരടിച്ച് ചേർപ്പിച്ചെന്ന് പോയ നോക്കണ്ടില്ല. നിങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. ഇതാര് പറഞ്ഞു വിട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കള്ളമൊന്നുമല്ല. പുള്ളി അടിച്ച് കളഞ്ഞെന്ന് പറഞ്ഞ ബോളായത്. പുള്ളിക്ക് അറിയത്തില്ലയോ? അറിയത്തില്ല, കൊള്ളിച്ചിട്ടില്ല ഇതുവരെ. അയ്യോ, അപ്പൊ ഞാൻ ഇനി എങ്ങനെ എന്റെ മരുമോനോട് മത്സരിക്കാൻ പോകും? നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം, പുള്ളിയെ പോലെയല്ല വേറെ ഒരുപാട് പേര് കൂടെ ഇങ്ങനെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പലതും കണ്ടും കേട്ടും ഒക്കെ എനിക്കും കുറച്ചൊക്കെ അറിയാം. നിങ്ങൾക്ക് അത്യാവശ്യം പഠിച്ചാൽ പോരെ. ഇതിലൊന്ന് കൊള്ളിക്കണം, മരുമോനെ തോപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത്രയും മതി. ഞാൻ കാണിച്ചു തരാം. നിനക്കറിയാം എനിക്ക് അറിയാന്നില്ലാന്ന്. ഇത് ഇത്ര ഉള്ള പരിപാടി. ഒന്ന് നമുക്ക് ശ്രമിച്ചൂടെ? ഓക്കെ, ഞാൻ എന്തായാലും ശ്രമിക്കാൻ പോവാ. 1 2 3. ഓ, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ നീ പഠിപ്പിച്ചാ മതി എന്നെ കൊണ്ടല്ലേ. നിനക്ക് 50,000 തരും ഞാൻ. നമ്മൾ തകർക്കും. എക്സ്ക്യൂസ് മീ, ആരാണിപ്പോ ബോൾ ഇപ്പൊ അങ്ങോട്ട് അടിച്ചു വിട്ടത്? ഇവൻ അടിച്ച ഞാൻ. അവൻ പഠിച്ചു, കൂടെ നല്ല പഠിച്ചവൻ. എല്ലാം പഠിച്ചല്ലേ? കുറച്ച് സാറേ. ആശാന്റെ നെഞ്ചത്ത് എന്ന് എല്ലാരും കേട്ടിട്ടുണ്ട്. ആശാന്റെ ഉച്ചക്ക് എന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടു. നീ അടിച്ചു വിട്ട പന്ത് വന്ന് എന്റെ ഉച്ചക്കാണാ കൊണ്ടത്. എന്നെ എങ്കിലെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോ. അജേഷേ, നമുക്ക് കറക്റ്റ് സ്ഥലത്ത് എറിഞ്ഞു കൊള്ളിക്കാൻ പറ്റിയോ? ഇല്ല, ചെറുതായി പാളിപ്പോയി. ചെറുതായിട്ടല്ല, നല്ലവണ്ണം പാളി. ആദ്യത്തെ 2 അടി പോലെ ആയിപ്പോയി. തമാശ ഇല്ലാതായിപ്പോയി, ചിരിക്കാനുള്ളതില്ലാതായിപ്പോയി. കളിയുടെ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങളുടെ മാറ്ററുകളും ഒക്കെ പറഞ്ഞുള്ളൂ. തമാശ തീരെ കുറവാണ്. ഞാൻ ലാസ്റ്റ് നിമിഷമാണ് ഇവരുടെ കൂടെ ജോയിൻ ചെയ്തത്. നേരത്തെ സജീവനായിരുന്നു, സജീപ്പയാട്. പുള്ളി സുഖമില്ലാതെ പോയി, കാലിന് പ്രശ്നമായിട്ടേ. അല്ല, ആർട്ടിസ്റ്റിന്റെ പ്രോബ്ലം അല്ല ഇത്. നിങ്ങളുള്ളത് നിങ്ങൾ 3 പേരും നിങ്ങളുടെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കി വെച്ചു. പക്ഷെ തമാശയുടെ ഭാഗം മാത്രം ക്ലിയർ ആക്കിയില്ല. ആ ഒരു കുറവുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നാക്കി എടുക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജൻ ചേട്ടാ, നിങ്ങളുടെ 3 പേരുടെയും ക്യാരക്ടേഴ്സ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഈ ഒരു ഗോൾഫ്, ഈ ഒരു ഗ്രൗണ്ടൊക്കെ നമ്മുടെ ഇതുവരെ ഈ പറയുന്നത് പോലെ സ്കിറ്റിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ പ്ലോട്ടിന് ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം മൊത്തത്തിൽ ഇതാണ്, തമാശ ഇല്ലാതായിപ്പോയി. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഗംഭീര പൊട്ടിച്ചിരിയായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. പ്രജോത് ചേട്ടാ. മനു, അജേഷ്, സജി ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പ്ലോട്ട് നല്ല രസമായിരുന്നു. നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. ഹ്യൂമർ ദാരിദ്ര്യം നന്നായിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും രക്ഷപ്പെട്ടത് ഞാൻ ചിരിച്ചു പോയതും സജിയൊക്കെ അത്രയായിട്ട് നിൽക്കുക. ചില എഡിറ്റർമാർക്ക് ഞാൻ കാര്യം എന്താ അതിനകത്ത് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടാത്തതായിരിക്കാം. പക്ഷെ നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു ഹ്യൂമറുണ്ട്. അതിൻ്റെ ഒരു ലെവൽ പോലും നമുക്ക് എത്താൻ പറ്റിയില്ല. എന്തായാലും അടുത്തതിൽ മേക്കപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു പ്രജോത് ചേട്ടാ. നസീർക്ക, നമുക്ക് മാർക്സ്. ഞാനൊരു 6,000 രൂപ. 6,000 രൂപ. ഷാജൻ ചേട്ടാ, ഞാനൊരു 5,000 രൂപ കൊടുക്കും. ടോട്ടൽ 11,000 രൂപയായിട്ടുണ്ട്. ചേട്ടാ, ടോട്ടൽ എമൗണ്ട് 25,000 രൂപ. അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വന്ന് നമ്മൾ കലക്കുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഓക്കെ, നന്നായിട്ട് ചിരിച്ചു. നമ്മളെല്ലാം റിലാക്സ്ഡ് ആണ്, ചിരിച്ചതിന്റെ ക്ഷീണത്തിലാണ്. അപ്പൊ നന്നായിട്ട് ഇപ്പൊ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. നമ്മളെല്ലാ എപ്പിസോഡും തീരാറാകുമ്പോൾ പറയുന്ന പോലെ ഇന്ന് നമുക്ക് കിട്ടിയത് ഒരു നല്ല ഓഡിയൻസിനെയാണ്. തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരവിയൂരും ആ സ്ഥലത്തെ 15-ാം വാർഡിലെ പിന്നെ തൊഴിലുറപ്പിന് വന്ന ചേച്ചിമാരാണ്. എല്ലാവർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം. നിങ്ങൾ ഉഷാറായിട്ട് കൈയടിച്ചു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം, ചിരിക്കാനായിട്ട്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഗുഡ് നൈറ്റ്.